തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. അപ്പോഴ് അക്ഷരങ്ങള് ചില അക്ഷരങ്ങൾ നമുക്ക് കുറച്ച് അക്ഷരങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ, മുഴുവൻ അക്ഷരമാല പഠിക്കാനില്ല. ചെറിയ ചെറിയ അക്ഷരങ്ങൾ എഴുതാൻ എളുപ്പമുള്ള കുഞ്ഞി കൈകൾക്ക് വഴങ്ങുന്ന പെൻസിലൊക്കെ പിടിച്ചു വരണേ ഉള്ളൂ അവര്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എഴുതി പരിശീലിക്കാൻ സാധിക്കുന്ന അക്ഷരങ്ങളാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് ഉള്ളത്. അപ്പോൾ ആ പാഠപുസ്തകത്തിൽ മുഴുവൻ 8 പാഠങ്ങളിലുമായിട്ട് വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാ? 7 പാഠങ്ങളിലേ ഉള്ളൂ അക്ഷരങ്ങള്. 8ാമത്തെ പാഠത്തിലാവുമ്പോഴേക്കും നമ്മൾ വാക്ക് എഴുതാനായിട്ട് പഠിക്കുന്ന ഒരു പ്രവർത്തനമാണ് 8ാമത്തെ പാഠത്തിലുള്ളത്. അപ്പോ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച അക്ഷരം രാ എന്ന് പറയുന്ന അക്ഷരമാണ്. ഇതെല്ലാവരും എഴുതാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാ കുട്ടികളും ഈ രാ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചില്ലേ? അപ്പൊ പ്രസാദ് മാഷെ ആ സ്ലൈഡ് ഒന്ന്, അക്ഷരങ്ങളുടെ സ്ലൈഡ് ഇട്ടാൽ നമുക്കൊന്ന് അതൊന്ന് പറഞ്ഞു പോവാം. ഒരു മിനിറ്റ്. രാ എന്നുള്ള അക്ഷരം വളരെ എളുപ്പമാണ് എഴുതാൻ അല്ലെ. അപ്പൊ ആദ്യത്തെ പാഠത്തിൽ തന്നെ രാ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ എഴുതണം, എവിടെ നിന്ന് എഴുതി തുടങ്ങണം എന്ന് ആരോ മാർക്കൊക്കെ ഇട്ട് നമുക്ക് കളർ അടിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. രാന്ന് എഴുതിയിട്ട് കളർ അടിക്കാൻ ഭാഗമുണ്ട്. കുത്തുകൾ യോജിപ്പിച്ച് രാ എഴുതാനുണ്ട്. അതുപോലെ തന്നെ രാ എന്ന് പറയുന്ന അക്ഷരം കോപ്പി ആയിട്ട് എഴുതാനും നമുക്ക് പാഠപുസ്തകത്തിലും വർക്ക് ബുക്കിലും എല്ലാം സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും രാ എന്നുള്ള അക്ഷരം എഴുതി പഠിച്ചിട്ടുണ്ടാവും. 2ാമത്തെ പാഠത്തിൽ വരുന്ന അക്ഷരമാണ് പ എന്ന് പറയുന്ന അക്ഷരം. പ, അതും നമ്മൾ എഴുതി പഠിച്ചു. 3ാമത്തെ പാഠത്തിൽ വരുന്ന അക്ഷരം ന എന്നാണ്. ന എന്നും പറയാം, ന എന്നും പറയാം. അപ്പോ എന്താ അത് തമ്മിലുള്ള വ്യത്യാസം? ഒരേ അക്ഷരം തന്നെയാണ് രണ്ട് കാര്യത്തിന്. ന എന്ന് പറയുമ്പോഴും നിറം എന്ന് പറയുമ്പോ ന എന്നാണ് പറയാ. അതുപോലെ പന എന്ന് പറയുമ്പോൾ നമ്മൾ ന എന്നാണ് പറയാ. ഇത് രണ്ടും ഒരേ അക്ഷരമാണ്. അപ്പോ അത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ പഠിക്കേണ്ട, വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ പഠിച്ചോളും. ഈ ഉച്ചാരണത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ്. അതായത് ന എന്നുള്ള അക്ഷരം ഒരു വാക്കിന്റെ ആദ്യം ഇരുന്നാല് അത് ന എന്നാണ് പറയേണ്ടത്. ഒരു വാക്കിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നാല് അത് നമ്മൾ ന എന്നാണ് ഉച്ചരിക്കുക. ഇതാണ് ഇത് തമ്മിൽ വ്യത്യാസം. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിച്ചോളൂ. അപ്പോ മാഷാക്ഷരങ്ങൾ ഒന്ന് തുറന്നു പോയാൽ നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോ ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീന് കാണാലോ അല്ലെ. സ്ക്രീനിൽ വന്ന അക്ഷരം ഏതാണ്? രാ എന്നാണ് അക്ഷരം. രാ എന്ന് എഴുതാൻ എത്ര എളുപ്പമാണ് നോക്കൂ. മുകളിൽ നിന്ന് എല്ലാ സംസ്കൃത അക്ഷരങ്ങളുടെ പ്രത്യേകത, എല്ലാ അക്ഷരങ്ങളും ഒരു വരയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും. ഈ അക്ഷരങ്ങളെല്ലാം ഒരു വരയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയാണ്. നമ്മൾ തുണികൾ ആറിയിടുന്ന പോലെയാണ് സംസ്കൃതത്തിലെ അക്ഷരങ്ങള് വരയിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുക ചെയ്യാം. ഒരു അലങ്കാരം പോലെ ഇങ്ങനെ കിടക്കും. അപ്പോ ഈ ലിപിയുടെ പേര്, ഈ അക്ഷരം എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയുടെ പേരാണ് ദേവനാഗരി ലിപി. ഇത് വരാൻ കാരണം ദേവനാഗരി ലിപി, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ദേവനാഗരി ലിപി എന്നാണ് സംസ്കൃത ഭാഷ എഴുതുന്ന ഈ അക്ഷരങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ലിപിയുടെ പേര്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാല് ദേവന്മാര് സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു സംസ്കൃതം. അത് പിന്നീട് ദേവന്മാരിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് പിന്നെ ദേവനാഗരി ലിപി. അതുകൊണ്ട് അക്ഷരങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പൊ എല്ലാ അക്ഷരങ്ങളുടെയും മുകളിൽ ഒരു വരയും നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുതുമ്പോ വര ഇട്ടില്ലെങ്കിൽ അക്ഷരം മുഴുവനാവില്ല. ഇപ്പൊ സ്ക്രീനിൽ വന്ന അക്ഷരം 2ാമത്തെ പാഠത്തിലെ അക്ഷരമാണ്. അക്ഷരം പ എന്ന് പറയുന്ന അക്ഷരമാണ്. അടുത്ത അക്ഷരം 3ാമത്തെ പാഠത്തിലെ അക്ഷരം നായാണ്. ന അല്ലെങ്കിൽ ന. ഇത് രണ്ടും ഒരേ അക്ഷരമാണ്. ന എന്നും പറയാം, ന എന്നും പറയാം. ഇത് 3ാമത്തെ പാഠത്തിൽ വരുന്നു. 4ാമത്തെ പാഠത്തിലെ അക്ഷരം ത എന്നാണ്. എന്താ മോനെ? അക്ഷരം കാണുന്നില്ലേ? പ്രസാദ് മാഷെ സ്ക്രീൻ എല്ലാവർക്കും ഓക്കെ.
ഈ അക്ഷരങ്ങൾ നിങ്ങളൊന്ന് എഴുതി അക്ഷരങ്ങള് ഈ സ്ക്രീനിൽ വരുമ്പോ തന്നെ ഒന്ന് എഴുതി എഴുതി പോകുന്നത് നല്ലതാണ്. നിങ്ങൾ ഇതെല്ലാം എഴുതാൻ പഠിച്ച അക്ഷരങ്ങളാണ്, അതുകൊണ്ടാണ് അക്ഷരങ്ങൾ വേഗം പറഞ്ഞു പോണത്. അപ്പൊ എഴുതണേ. അമ്മമാര് അച്ഛന്മാര് ആരാണ് കൂടെ ഉള്ളത് അവരൊന്ന് എഴുതിയെടുക്കണേ. ത എന്ന അക്ഷരമാണ് 4ാമത്തെ പാഠത്തിലെ അക്ഷരം. 5ാമത്തെ പാഠത്തിൽ വരുന്ന അക്ഷരമാണ് യാ. യാ എന്ന് പറയുന്ന അക്ഷരമാണ്. ഇത് രാന്ന് എഴുതുന്ന പോലെ എഴുതി തുടങ്ങിയിട്ട് പാ പോലെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഇപ്പൊ എഴുതി കാണിക്കാൻ ഇത് വീഡിയോ വെർഷൻ അല്ലാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. എല്ലാ കുട്ടികളും ഈ അക്ഷരങ്ങളെല്ലാം പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യാ എന്ന് പറയുന്ന അക്ഷരം. അടുത്ത അക്ഷരം മ എന്ന് പറയുന്ന അക്ഷരമാണ്. മ. പിന്നെ ഒരക്ഷരം കൂടെയാണ് നമുക്കുള്ളത്. 7ാമത്തെ പാഠത്തിൽ വരുന്ന അക്ഷരം ല എന്ന് പറയുന്ന അക്ഷരം. ഇത്ര അക്ഷരങ്ങളെ പഠിക്കാനുള്ളൂ. ഇപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു നമ്മള്? ഓരോ പാഠത്തിലും ഓരോ അക്ഷരങ്ങൾ വെച്ച് 7 അക്ഷരങ്ങളെ 1ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. അപ്പോ രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഈ അക്ഷരങ്ങൾ ഒന്ന് എഴുതി പഠിപ്പിക്കണം. ഒരു പേജിൽ ഒരു വരയൊക്കെ ഇട്ട് കൊടുത്ത് ഈ അക്ഷരങ്ങൾ ഒന്ന് കൃത്യമായിട്ട് എഴുതാനായിട്ട് പരിശീലിപ്പിക്കണം. അക്ഷരം എഴുതുമ്പോ വര മുകളിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. വര ഇട്ടില്ലെങ്കിൽ അക്ഷരം പൂർത്തിയാവില്ല. അപ്പൊ ചെറിയൊരു വരയുടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് വരും മോനെ, വരും വരും. ഇതില്ലെങ്കിൽ PDF ആയിട്ട് ഇട്ട് തരാം, ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ടീച്ചർമാർക്ക് കൊടുക്കാം, ടീച്ചർമാര് നിങ്ങൾക്ക് തരും. ഇത് എല്ലാ പുസ്തകത്തിലുള്ള കാര്യം തന്നെയാണ്, പാഠപുസ്തകത്തിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ്. അപ്പോ അത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താ? അശ്രദ്ധ വന്നാൽ നമുക്ക് 1 മാർക്ക് പോവും. കാരണം ഒരു അക്ഷരം എഴുതി അതിന്റെ മുകളിൽ നമ്മൾ വരയിടാൻ മറന്നു പോയാല് അവിടെ അക്ഷരം വരയിട്ട ആൾക്ക് മാർക്ക് പോവും. അപ്പൊ നമ്മൾ അക്ഷരം തെറ്റി നമുക്ക് ആ ഉത്തരം തെറ്റിയിട്ട് നമുക്ക് മാർക്ക് കുറയും. അപ്പൊ 1 മാർക്ക് പോലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ അക്ഷരം എഴുതുമ്പോ വരയിൽ വരച്ച് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ 8ാമത്തെ പാഠത്തിൽ നമ്മൾ പരിശീലിച്ച അല്ലെങ്കിൽ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എഴുതാനുള്ള പ്രവർത്തനമാണ്. അത് നമുക്കിപ്പോ നോക്കണ്ട, പാഠം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോ 1ാമത്തെ പാഠത്തില് നല്ല ഒരു പ്രകൃതിയുടെ ചിത്രമാണ് ഉള്ളത്, അല്ലെ? നല്ലൊരു പ്രകൃതി കാഴ്ചകള്, സൂര്യൻ ഉദിക്കുന്ന കാര്യങ്ങള്, നല്ലൊരു പുഴ, അതുപോലെ ഒരു മരം, തെങ്ങ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ആ പാഠത്തിലുള്ളത്. അപ്പോ പാഠത്തിന്റെ പേര് സ്വാഗതം മിത്ര എന്നാണ്. അതായത് മനുഷ്യൻ പ്രകൃതിയിലെ ജീവികളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതിയുടെ ചിത്രമാണ് നമുക്ക് പുസ്തകത്തിലുള്ളത്. പേജ് നമ്പർ 9, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ പേജ് നമ്പർ 9-ലാണ് ആ ചിത്രമുള്ളത്. അതിൽ കുറെ പൂക്കളുടെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്, അതുപോലെ ഭാരതത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട അവസാനം. അപ്പൊ പൂക്കളുടെ പേരുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ പരിചയപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ അധ്യാപകര് ക്ലാസ് എടുക്കുമ്പോൾ ഈ പൂക്കളുടെ പേരുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ സ്ലൈഡുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, 1ാമത്തെ സ്ലൈഡിൽ വന്ന ഈ പൂവിന്റെ പേര് നിങ്ങൾ പഠിച്ചതല്ലേ? മല്ലിക എന്ന് പറഞ്ഞ എന്താണ്? എന്ത് പൂവാണ്? ആരെങ്കിലും പറയാമോ? മുല്ലപ്പൂവാണ്. അതെ അതെ അതെ, ശരിയാണ് 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 ശരിയാണ്. ഓക്കെ ഓക്കെ, എല്ലാരും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. മല്ലിക. ഓക്കെ 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 ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, മൈക്ക് ഓഫ് ആക്കിക്കോളൂ. മല്ലിക, മുല്ലപ്പൂ. ഇത് ഇങ്ങനെയാണ് എഴുതുക. ഇത് എഴുതാൻ നിങ്ങൾ പരിശീലിക്കണ്ട. പക്ഷെ ഈ വാക്ക് കണ്ടാൽ ഇത് മുല്ലപ്പൂവിന്റെ വാക്കാണെന്ന് മനസ്സിലാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സൂത്രം ഓർമ്മിച്ചു വെക്കണം. മാ എന്ന അക്ഷരം ഓർമ്മിക്കുക, എന്നിട്ട് മായിൽ തുടങ്ങുന്ന പൂവ് മല്ലിക എന്നാണെന്ന് ഓർമ്മിച്ചു വെക്കാം. അതാണ് സൂത്രം. പിന്നെ ചിലപ്പോ ചോദ്യ പേപ്പറിൽ ചിത്രം ഉണ്ടാവും. ചിത്രം കണ്ടാൽ നമുക്കറിയാലോ ഏതാ മുല്ലപ്പൂ എന്ന് അറിയാലോ. മല്ലിക എന്നാണ് മുല്ലപ്പൂവിന്റെ പേര്. ഇനി 2ാമത്തെ പൂവ് ഇതില് സ്ലൈഡിൽ വരുന്നത് സേവന്തിക. സേവന്തിക എന്ന് പറഞ്ഞാല് ജമന്തി പൂക്കളാണ്. ജമന്തി പൂക്കളാണ്. ഇനി നിങ്ങൾ ആയിക്കോട്ടെ, മൈക്ക് ഓഫ് ചെയ്യോ?
മക്കളെ മൈക്ക് ഓഫ് ചെയ്യോ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കേൾക്കൂല നമ്മള്. 250 പേരുണ്ട്. മൈക്ക് അപ്പൊ ഓഫ് ചെയ്ത് മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഇവിടുന്ന്. ആ ആ പ്രശ്നമില്ല. ഓക്കെ. മൈക്ക് ഓൺ ആക്കണ്ട. മൈക്ക് ഓൺ ആക്കാതെ മൈക്ക് ഓഫ് നിങ്ങൾ ചെയ്തിട്ട് അമ്മയോടോ ഒന്ന് അച്ഛനോടോ പറഞ്ഞു കേൾപ്പിച്ചാൽ മതി കേട്ടോ. ആ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമ്പിട്ടാ മതി. അപ്പൊ ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്ന്. ഓക്കെ അല്ലേ? മൈക്ക് ഓൺ ചെയ്യണ്ട. മൈക്ക് ഓൺ ചെയ്താൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ സേവന്തിക എന്ന് പറയുന്ന പൂവ് ജമന്തിയാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത പൂവിന്റെ പേര് അശോകഹ. അശോകഹ എന്ന് പറയുന്ന ഇതൊരു വേറൊരു പൂവാണ്. ചെക്കിപ്പൂവ് പോലെ ഇങ്ങനെ കൊലകൊലയായി വിരിയുന്ന പൂക്കളാണ് അശോക പൂക്കൾ. അശോകഹ. ഒന്ന് പറഞ്ഞു നോക്കണം. ടീച്ചർ പറയുമ്പോ ഒന്ന് മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. വീട്ടിൽ അമ്മയെ അടുത്തിരിക്കേണ്ട അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് തമ്പയക്കാം. അടുത്ത പൂവ് അശോകഹ എന്ന പൂവ്. അത് കഴിഞ്ഞാല് അടുത്തത് തുളസിയാണ്. ഇതെല്ലാവർക്കും അറിയാം. തുളസി. ഇതിൽ താന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. ലാ എന്ന് പറയുന്ന അക്ഷരവും ഇതിലുണ്ട്. ഇപ്പൊ തുളസി എന്നാണ് ആ പൂവിന്റെ പേര്. തുളസി പൂവ് നമ്മൾ സാധാരണ പറയുന്ന തുളസി തന്നെയാണ് തുളസി എന്ന് പറഞ്ഞാല്. ഇനി അടുത്ത പൂവ് അടുത്തത് കുമുദം. കുമുദം എന്ന് പറഞ്ഞാല് രാത്രി വിരിയുന്ന പൂവാണ്. അതായത് ആമ്പൽ പൂവ്. ആമ്പൽ പൂവ് ചന്ദ്രൻ ഉദിച്ചാലാണ് ഈ ആമ്പൽ പൂവ് വിരിയ. ഇപ്പൊ പയ്യന്നൂരൊക്കെ ഇഷ്ടം പോലെ കാണാൻ തോന്നും. ഈ കുളങ്ങളിലൊക്കെ വിരിഞ്ഞു നിൽക്കണ കാണാം. അപ്പൊ ആമ്പൽ പൂവിനാണ് എന്ത് പറയാ? കുമുദം എന്ന് പറയാം. കുമുദം. അതില് മാ എന്നുള്ള അക്ഷരമുണ്ട്. 2 തവണ മാ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. പിന്നെ കാ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. അത് അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ഇത് കണ്ടാല്, ഈ അക്ഷരം കണ്ടാല് ഇത് ഇന്ന പൂവാണെന്ന് ഓർമ്മിക്കുന്ന തരത്തിലൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത പൂവ് ആമ്പൽ. അടുത്തത് കമലം. കമലം എന്ന് പറഞ്ഞാല് താമരപ്പൂവാണ്. താമരപ്പൂവ് സൂര്യൻ ഉദിക്കുമ്പോഴാണ് വിരിയ. അങ്ങനെ വിരിയുന്ന പൂവാണ്. ഇതും വെള്ളത്തിൽ ഉണ്ടാവുന്ന പൂവാണ്. ആമ്പലും താമരയും എപ്പോഴും വെള്ളത്തിലാണ് വിരിയ. അപ്പോ കമലം എന്ന് പറഞ്ഞാല് താമരപ്പൂവാണ് എന്ന് ഓർമ്മിക്കണം. അടുത്തത് ഒന്ന് എഴുതിയും കൂടി വെച്ചോളൂ. അമ്മമാരൊന്ന് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. പാരന്തി. പാരന്തി എന്ന് പറഞ്ഞാല് ചെക്കിപ്പൂവാണ്. ചെക്കി എന്നും പറയും, ചെത്തി എന്നും പറയും മലയാളത്തില്. മൈക്ക് ഓഫ് ആക്കണേ. മൈക്ക് ഓഫ് ആക്കണം. ചെത്തി അല്ലെങ്കിൽ ചെക്കി എന്ന് പറയുന്ന പൂവാണ്. മിനി ആരാ? മിനി ഒന്ന് മൈക്ക് ഓഫ് ആക്കുവോ? പാരന്തി എന്ന് പറഞ്ഞാല് ചെക്കിപ്പൂവാണ്. അടുത്ത പൂവ് ചെയ്യണ്ട അവര് സൂര്യകാന്തിഹി. ഇത് സൂര്യകാന്തി എന്ന് തന്നെയാണ് മലയാളത്തിലും പറയാം. സൂര്യകാന്തിഹി. സൺഫ്ലവർ എന്ന് പറയുന്ന പൂവാണ് സൂര്യകാന്തിഹി. ഇതിലെ എല്ലാ പൂക്കളുടെ പേരുകളും അങ്ങനെ പാഠപുസ്തകത്തിൽ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. സൂര്യകാന്തിഹി എന്ന് പറഞ്ഞാല് സൂര്യകാന്തി പൂവാണ്. അതിൽ യാ എന്നുള്ള അക്ഷരമുണ്ട്, താ എന്ന അക്ഷരമുണ്ട്, നാ എന്ന അക്ഷരത്തിന്റെ പകുതിയും ഉണ്ട്. അടുത്ത പൂവ് കർണികാരം. കർണികാരം എന്ന് പറഞ്ഞാല് ഇങ്ങനെ സ്വർണം പൂത്തു നിൽക്കുന്ന പോലെ ഇങ്ങനെ കൊലകൊലയായി വിഷുവിന് പൂത്തു നിൽക്കുന്ന പൂവാണ് കർണികാരം. കണിക്കൊന്ന എന്നാണ് അതിന്റെ മലയാളം. കണിക്കൊന്ന എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോ. അപ്പൊ കർണികാരം. ഈ കർണികാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പൂവ് കേരളസ്യ ഔദ്യോഗിക പുഷ്പം ഭവതി. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന പേര് കേട്ട പൂവാണ് കണിക്കൊന്ന എന്ന് പറയുന്ന പൂവ്. അപ്പോ കേരളസ്യ ഔദ്യോഗിക പുഷ്പം എന്ന് ചോദ്യപേപ്പറിൽ വന്നാൽ അവിടെ 2 ചിത്രങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 പേരുകൾ ഉണ്ടാവും. അധ്യാപകർ വായിച്ചു തരുമ്പോ ഏത് പൂവാണ് കർണികാരം എന്ന പൂവിന് നമ്മൾ ടിക്ക് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഉത്തരം ശരിയാവുള്ളൂ. ഇനി അടുത്തത് ശംഖ് പുഷ്പം. ശംഖ് പുഷ്പം എന്ന് പറയും. വയലറ്റ് നിറത്തില്, നീല നിറത്തില്, വെള്ള നിറത്തിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ശംഖു പുഷ്പമാണ് അടുത്ത പൂവ്. ഇതിന് ശംഖ് പൂവ് എന്ന് പറയും, ശംഖ് പുഷ്പം എന്ന് മലയാളത്തിൽ പറയും. 2 തരത്തിലും പറയാറുണ്ട്.
അടുത്തത് ഇതും വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന പൂവാണ്. അടുത്തത് അപരാജിത പറയാ. അപരാജിത പറയും. അപരാജിത എന്നും പറയും. അപരാജിത എന്നും പറയൂ കേട്ടോ. അടുത്തത് പാടലം. പാടലം എന്ന് നിറം വന്നത് ഈ റോസിന്റെ പേരിൽ നിന്നാണ് പാടലം എന്ന നിറം ഉണ്ടായത്. നിറത്തിന്റെ പേര് വന്നത്. അപ്പൊ പാടലം എന്ന് പറഞ്ഞാല് റോസ് പൂവാണ്. റോസ് അത് പല നിറങ്ങളിലുണ്ട്. പക്ഷെ പാടലം എന്ന് പ്രസിദ്ധമായത് റോസ് നിറത്തിലുള്ള റോസിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. പാടലം എന്ന് പറഞ്ഞാല് റോസ് പൂവാണ്. കഴിഞ്ഞോ മാഷെ? പൂക്കളുടെ സ്ലൈഡ് കഴിഞ്ഞോ? അടുത്തത് ജപ എന്ന് പറയുന്ന പൂവാണ്. ജപ എന്ന് പറഞ്ഞാല് ചെമ്പരത്തി പൂവ്. ചെമ്പരത്തിയും പല നിറങ്ങളിലുണ്ട്. ഏത് ചെമ്പരത്തിക്കും പറയുന്ന പേര് ജപ എന്ന് തന്നെയാണ്. ഇതും നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ സുലഭമായി നിൽക്കുന്ന പൂവ് തന്നെയാണ്. അടുത്തത് ജപ എന്നാണ് അതിന് പേര്. സ്ക്രീൻ കാണുന്നില്ല ടീച്ചറെ. സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ബാക്കി കാണുന്നില്ല? പറയൂലേ? ഇല്ല. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. എനിക്ക് കാണുന്നുണ്ട് ടീച്ചറെ. എനിക്ക് കാണുന്നുണ്ട് ടീച്ചറെ. എന്താ മാഷേ? അനക്കും കാണുന്നുണ്ട് ടീച്ചറെ. കാണുന്നുണ്ട്. ഓക്കെ. കാണുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട്. അതൊന്ന് സൂം ചെയ്താൽ മതി, എന്നാ വ്യക്തമാവും. പക്ഷെ പൂക്കളുടെ സ്ലൈഡ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ വളർത്തുമൃഗങ്ങളുടെ പേരുകളാണ്. വളർത്തുമൃഗങ്ങൾ, അതിന് പറയുന്ന പേര്, സംസ്കൃതത്തിൽ പറയുന്ന പേര് പാലിത മൃഗാഹ, പാലിത ജന്തവഹ എന്നൊക്കെ പറയാം. ജന്തു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം. അപ്പൊ പാലിത ജന്തവഹ എന്ന് പറഞ്ഞാലും പാലിത മൃഗാഹ എന്ന് പറഞ്ഞാലും വളർത്തു മൃഗങ്ങളാണ്. അപ്പൊ വളർത്തു മൃഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ അറിയാം. പൂച്ച, നായ, അതിന്റെയൊക്കെ പേരുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പാഠത്തില് ഏഹി വദാമ എന്ന് പറയുന്ന ഒരു ഒരു തേനീച്ച തേൻ കുടിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിൽ വരുന്നു. ആ ചിത്രമുള്ള പാഠമാണ്. 19ാമത്തെ പേജാണ് പാഠപുസ്തകത്തില്. അതിൽ എന്നിട്ട് തേനീച്ചയുടെ കൂട്ടുകാരും തേനീച്ചയും പൂക്കളോടും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു പാഠമാണ്. ആ പാഠം 19ാമത്തെ പേജിലാണ് രണ്ടാമത്തെ പാഠം ഉള്ളത്. മ്യൂട്ടാക്കണേ. അതില് വരുന്ന അതിലുമുണ്ട്. അതില് നിങ്ങൾക്ക് പൂക്കളുടെ പേരുകളൊക്കെ ചേരുംപടി ചേർക്കാനും ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അവിടെ ആ പാഠത്തില് ഇപ്പൊ പൂക്കളുടെ പേരുകള് ചിത്രങ്ങൾ ഒരു വശത്ത് കൊടുത്തിട്ട് പേരുകൾ വലതുവശത്ത് തന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക്, ഇപ്പൊ നിങ്ങൾ ആ പാഠപുസ്തകം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മാഷെ നിറങ്ങളുടെ സ്ലൈഡ് ഇടുവോ? നിറങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് മൃഗങ്ങളുടെയിലേക്ക് പോകാം. നിറങ്ങള് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ പാഠത്തിൽ തന്നെയാണ് നിറങ്ങൾ ഉള്ളത്. പൂക്കളുടെ നിറങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചില നിറങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ നിറങ്ങളും പഠിക്കാനില്ല, പക്ഷെ ചില പ്രധാനപ്പെട്ട നിറങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ അതില് ഒന്നാമത്തെ നിറങ്ങളെ നമ്മൾ സംസ്കൃതത്തിൽ പറയാ വർണ്ണാഹ എന്നാണ്. വർണ്ണഹ എന്ന് പറഞ്ഞാല് നിറം. മക്കളെ മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ഓഡിയോ ഓൺ ആക്കിയാൽ പറയുന്ന കേൾക്കില്ല. എല്ലാരും ഓഡിയോ മ്യൂട്ട് ചെയ്യാം. ഓഡിയോ ഓൺ ആക്കരുത്. ഓഫ് ആക്കണം. എല്ലാരും ഓഡിയോ ഓഫ് ആക്കിയാലേ പറയുന്നത് വ്യക്തമാവുള്ളൂ. അപ്പൊ വർണ്ണാഹ എന്ന് പറഞ്ഞാല് നിറങ്ങൾ. അതിൽ ഏതൊക്കെ നിറങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിറം നീലഹ. ഇങ്ങനെയാണ് പറയാ. നീലവർണ്ണഹ എന്ന് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ നിറം മാത്രം പറയുകയാണെങ്കിൽ നീലഹ എന്ന് പറയാം. അതേത് നിറം? നീല നിറമാണ്. അത് എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. മലയാളത്തിൽ നമ്മൾ നീല എന്ന് തന്നെ പറയുന്നുണ്ട്. നീലഹ എന്ന് പറഞ്ഞാല് നീല നിറം.
മൈക്ക് ഓൺ ആക്കണ്ട കേട്ടോ, മൈക്ക് ഓൺ ആക്കണ്ട. അവസാനം നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടി സമയം തരാം. അടുത്ത നിറം, ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചതാണ്, പറഞ്ഞു പഠിച്ചതാണ്, അതുകൊണ്ട് വേഗം വേഗം പോവാം നമുക്ക്. രക്തഹ. രക്തഹ എന്ന് പറഞ്ഞാല് നീലഹ എന്ന് പറഞ്ഞ പോലെ തന്നെ രക്തഹ എന്നാണ് നിറത്തിന്റെ പേര് മാത്രമായിട്ട് പറയുമ്പോൾ പറയാം. അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്ന് പറയണമെങ്കിൽ രക്തവർണ്ണഹ എന്ന് പറയണം. അപ്പൊ രക്തഹ എന്ന് പറഞ്ഞാലും മതി, ചുവപ്പ് എന്നാണ് അർത്ഥം. ഇത് നമുക്കറിയാം അല്ലെ, ചോരയുടെ നിറം രക്തം എന്ന് പറഞ്ഞാൽ ചോരയാണ്, ചോരയുടെ നിറം തന്നെയാണ് ചുവപ്പ്. അപ്പോ രക്തഹ ചുവപ്പ്. അടുത്ത നിറം, അടുത്ത നിറം പാടലഹ. ടീച്ചർ നേരത്തെ പറഞ്ഞു റോസ പൂവ് കണ്ടപ്പോ പാടല പുഷ്പം അതിന്റെ നിറം തന്നെയാണ് ഈ നിറം. അപ്പൊ പാടലഹ എന്ന് പറഞ്ഞാല് റോസ് നിറമാണ്. പാടലഹ എഴുതുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം, പാ എന്നുള്ള അക്ഷരമുണ്ട്, ലാ എന്നുള്ള അക്ഷരമുണ്ട്. അപ്പൊ പാടലഹ കണ്ടാൽ തന്നെ മനസ്സിലാവും. അടുത്ത നിറം, അടുത്തത് ഈ നിറത്തിന് രണ്ട് പേരുകളിൽ പറയാറുണ്ട്. ശ്വേതഹ. ശ്വേതഹ എന്ന് പറഞ്ഞാലും ശുഭ്രഹ എന്ന് പറഞ്ഞാലും വെളുത്ത നിറമാണ്. ശ്വേതഹ എന്ന് പറയാം, ശുഭ്രഹ എന്ന് പറയാം. ഇപ്പം വന്ദേമാതരം പോലെയുള്ള പാട്ടിലൊക്കെ ശുഭ്ര ജ്യോത്സ്ന എന്നൊക്കെ പദങ്ങളുണ്ട്. അത് നല്ല തെളിഞ്ഞ നിലാവ്, നല്ല വെളുത്ത നിലാവ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ശ്വേതഹ അതുപോലെ ശുഭ്രഹ, രണ്ട് പേരുകളും വെള്ള നിറത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത നിറമാണ് കൃഷ്ണഹ. ഇതിനും രണ്ട് പേരുകളുണ്ട്. കൃഷ്ണഹ എന്നും പറയും, ശ്യാമഹ എന്നും പറയും. ഇത് രണ്ടും കറുപ്പ് നിറത്തിനെ സൂചിപ്പിക്കുന്നു. ശ്യാമഹ, കൃഷ്ണഹ. നമ്മൾ കൃഷ്ണന്റെ പര്യായ പദമൊക്കെ ആയിട്ട്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത നിറമുള്ളവൻ എന്നാണ് അർത്ഥം. നമ്മളെ ഉണ്ണിക്കണ്ണനെയൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ എന്ന് പറയില്ലേ, അത് കറുത്ത നിറമുള്ളത് കൊണ്ടാണ് കൃഷ്ണൻ എന്ന പേര്. അതുപോലെ ശ്യാമവർണ്ണൻ എന്നൊക്കെ നമ്മൾ കൃഷ്ണനെ പറയുന്ന പേരുകളാണ്. അതൊക്കെ കറുത്ത നിറത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത നിറം മാഷേ, ഹരിതഹ. പച്ച നിറമാണ് ഹരിതഹ എന്ന് പറഞ്ഞാല്. ഹരിതവർണം എന്നും പറയാം, ഹരിതഹ എന്നും പറയാം. അപ്പൊ പച്ച എന്നാണ് അതിന്റെ അർത്ഥം. ഇതില് രാ എന്നുള്ള അക്ഷരമുണ്ട്, ത എന്നുള്ള അക്ഷരമുണ്ട്. അപ്പൊ പച്ച നിറം, ഹരിതഹ. അടുത്ത നിറം പീതഹ. പീതഹ എന്ന് പറഞ്ഞാൽ നിറം അവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. അതിൽ നിങ്ങൾ രണ്ടക്ഷരം പഠിച്ചു കഴിഞ്ഞാണ്, പ എന്നും പഠിച്ചതാണ്, ത എന്നും പഠിച്ചതാണ്. അപ്പൊ പീതഹ എന്ന് പറഞ്ഞാല് മഞ്ഞ നിറമാണ്. പീതഹ അല്ലെങ്കിൽ പീതവർണ്ണഹ എന്ന് പറയാം. നിറങ്ങളും കഴിഞ്ഞില്ലേ മാഷേ? കഴിഞ്ഞു. ഇനി നമുക്ക് വളർത്തു മൃഗങ്ങളുടെ സ്ലൈഡിലേക്ക് പോകാം. ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് വളർത്തു മൃഗങ്ങളുടെ പേരുകൾ കുറച്ച് വരുന്നുണ്ട്. അതിൽ നായ, പൂച്ച തുടങ്ങിയ ജീവികളെല്ലാം വരുന്നത്. സഖാ സയേവ എന്ന് പറയുന്ന പാഠമാണ്. അവൻ തന്നെയാണ് കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു കീരിയും ഒരു മുയലും പൂച്ചയും നായയും തത്തയും ഒക്കെ ഉള്ള ഒരു ചിത്രമൊക്കെ ഉള്ള ഒരു പാഠമാണ് സഖാ സയേവ എന്ന് പറയുന്ന പാഠം. അതില് മൃഗങ്ങളുടെ പേരുകള്, വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശുനകഹ. ശുനകഹ എന്ന് പറഞ്ഞാല് നായ എന്നർത്ഥം. അടുത്തത്, ഇതൊക്കെ ഇനി പറഞ്ഞു പോവാണ്. ഇതൊക്കെ ടീച്ചർമാര് നന്നായിട്ട് എടുത്തതാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഒന്ന് ഓർമ്മിക്കൽ മാത്രമാണ്. പാഠപുസ്തകം മൊത്തത്തിൽ ഒന്ന് ഓർമ്മിക്കാം, എന്നിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം. അടുത്തതാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണത്, മാർജാരഹ. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. മാർജാരഹ പൂച്ചയുടെ പേരാണ്. മീശ മാർജാരൻ എന്നൊക്കെ ഓർമ്മിച്ചാൽ മതി, കാർട്ടൂണുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മാർജാരഹ പൂച്ചയുടെ പേര് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാർട്ടൂണിൽ ആലോചിക്കാം. മീശ മാർജാരൻ എന്നൊക്കെ നമ്മളെ കാർട്ടൂൺ കഥാപാത്രമുണ്ട്. അപ്പോ മാർജാരഹ എന്ന് പറഞ്ഞാല് പൂച്ചയാണ് എന്ന് ഓർമ്മിക്കണം. അടുത്തത് അജഹ, വേറൊരു വളർത്തു മൃഗമാണ് അജഹ. ഇത് നമുക്ക് വാക്കുകൾ എഴുതി പഠിക്കാനും അല്ലെങ്കിൽ അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ മൃഗങ്ങളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മൃഗത്തിന്റെ പേര് കൂടെ അതിൽ വെച്ചതാണ്. എന്തായാലും വളർത്തു മൃഗങ്ങളുടെ കൂടെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു പേരാണ് അജഹ.
അജഹ എന്ന് പറഞ്ഞാല് ആടാണ്, ആട്. അടുത്തത് ധേനുഹു. ഇത് നമുക്ക് അങ്ങനെ പഠിക്കാനില്ല, എന്നാലും വളർത്തുമൃഗങ്ങളുടെ പേരിൽ ഒന്നിച്ച് പഠിച്ചു പോയാൽ അടുത്ത ക്ലാസ് ഒക്കെ എത്തുമ്പോൾ എളുപ്പമുണ്ട്. അപ്പൊ ഒന്ന് ഒരുമിച്ച് പറഞ്ഞു പോവാന്ന് വിചാരിച്ചിട്ടാണ്. ധേനുഹു, ധേനുഹു അല്ലെങ്കിൽ ഗൗഹു എന്നും അതിന് പേരുണ്ട്. ഗൗ എന്ന അക്ഷരം കഴിഞ്ഞിട്ട് 2 കുത്തിട്ടാൽ അത് വായിക്കുക. ഗൗഹ എന്ന് വായിക്കരുത്, ഗൗഹു, ഗൗ, ഔ എന്ന് അവസാനിക്കുന്നു. അപ്പൊ അതിന് ചേർന്ന ഉച്ചാരണമാണ് വേണ്ടത്. ധേനു എന്ന് പറയുമ്പോഴും ധേനുഹ എന്ന് വായിക്കരുത്, ധേനുഹു. ധേനുഹു എന്ന് പറഞ്ഞാല് പശുവാണ്. അടുത്ത ചിത്രം അടുത്തത് ശശകഹ. ഇത് നമ്മളെ പാഠത്തിലുള്ള കൂട്ടുകാരനാണ്. ശശകഹ, 2 ഷ ഉണ്ട്. ശശകഹ എന്ന് പറഞ്ഞാല് മുയലാണ്, മുയൽ. അടുത്തത് ശശകഹ, മുയൽ. അടുത്തത് അത്രേ ഉള്ളൂ അല്ലേ മാഷെ? അജഹ നമ്മൾ പറഞ്ഞു, അജഹ നേരത്തെ കണ്ടു. ആട് എന്നുള്ളതിന് അജഹ എന്നാണ് പറയാ. എന്താണാവോ മാഷെ? വളർത്തു മൃഗങ്ങളുടെ സ്ലൈഡ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പേരുകൾ ഒന്ന് പഠിക്കാം. വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന ചില മൃഗങ്ങൾ, അതായത് വീട്ടിലെ പരിസരത്തൊന്നും അധികം കാണാത്ത കാട്ടിലൊക്കെ ജീവിക്കുന്ന കുറെ മൃഗങ്ങളുണ്ട്. അവരെയും നമുക്ക് നല്ല പരിചയമാണ്. അപ്പൊ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് സംസ്കൃതത്തിൽ ഒന്ന് പരിചയപ്പെടാം. അപ്പോ ആദ്യത്തെ മൃഗം, ജീവി, നകുലഹ. ഈ ജീവി നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. സഖാ സയേവ എന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് ചാടി വീഴുന്ന കഥാപാത്രമാണ് നകുലഹ. നകുലഹ എന്ന് പറഞ്ഞാല് കീരിയാണ്. കീരി മുയലിന്റെ പോലെയൊക്കെ തോന്നും, പക്ഷെ കീരിയാണ് നകുലഹ. ഇതിനെ നമുക്ക് പിന്നെ വഴിയിലൊക്കെ കാണാം അല്ലെ, പറമ്പിലൂടെയൊക്കെ ഓടുന്നതായിട്ട് കാണാം. ഇപ്പൊ നകുലഹ. അടുത്ത ചിത്രം ഭേകഹ. മഴക്കാലം, മഴ വരുമ്പോ നമ്മളെ വിളിച്ചറിയിക്കുന്ന ആളാണ് ഭേകഹ. ഭേകഹ എന്ന് പറഞ്ഞാല് തവള എന്നർത്ഥം. ഈ തവളയ്ക്ക് തന്നെ വേറൊരു പേര് കൂടി പാഠപുസ്തകത്തിൽ പറയാറുണ്ട്, മണ്ടൂകഹ എന്നും പറയും. ഇപ്പൊ 2 പേരുകളുണ്ട്, ഭേകഹ എന്നും പറയാം, മണ്ടൂകഹ എന്നും പറയാം. ഞാൻ പതുക്കെ പറയണത് എന്താ വെച്ചാൽ എഴുതിയെടുക്കാനുള്ള സൗകര്യം കൂടെ വിചാരിച്ചിട്ടാണേ. അപ്പോ അമ്മമാരൊന്ന് എഴുതി വെക്കണം, ഷോർട്ടായിട്ടൊന്ന് എഴുതി വെക്കാം, പിന്നെ അവരെ പഠിപ്പിച്ചാൽ മതി. അടുത്തത് ഗജഹ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഗജഹ. ഗജഹ എന്ന് പറഞ്ഞാല് ആനയാണ്, ആന. ഗജഹ. ഇത് കേരളത്തിന്റെ ദേശീയ ഔദ്യോഗിക മൃഗമാണ് ആന. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം അല്ലെങ്കിൽ ഔദ്യോഗിക പശു എന്നൊക്കെ പറയും. പശു എന്ന് പറഞ്ഞാല് ഇത് സംസ്കൃതത്തില് പശു, മലയാളത്തിലെ പശു അല്ല. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം. അപ്പൊ കേരളത്തിലെ ഔദ്യോഗിക പശുഹു എന്ന് പറഞ്ഞാല് അവിടെ എഴുതേണ്ട പേര് ഗജഹ. ഗജഹ എന്നാണ്. അടുത്ത പേര്, മൈക്ക് ഓഫ് ആക്കണേ മക്കളെ, എല്ലാം കേട്ടില്ല. അടുത്താണ് ഭല്ലൂകഹ എന്ന് പറയും. ഭല്ലൂകഹ. അവിടെ 2 ലായാണ് അവിടെ കാണുന്നത്. ഒരു ലായുടെ പകുതിയും പിന്നെ ഒരു ലായും മുഴുവനായിട്ടും എഴുതിയാല് ആ നടുവിലത്തെ അക്ഷരം, അതാണ് കൂട്ടക്ഷരമാണ്. 2 ലായാണ് അത്. അപ്പൊ ഭല്ലൂകഹ എന്ന് പറഞ്ഞാല് കരടി. കരടിക്ക് പറയുന്ന പേരാണ് ഭല്ലൂകഹ. അടുത്ത മൃഗം മൂഷകഹ. ഇതിനെ നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്ക് കാണും അല്ലെ, പൂച്ചയുടെ ശത്രുവാണ് മൂഷകഹ എന്ന് പറഞ്ഞാല് എലിയാണ്. മൂഷകഹ എന്നാണ് അതിന്റെ പേര്. അതിൽ മാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. മൂഷകഹ, എലി. അടുത്തത് നക്രഹ. നക്രഹ എന്ന് പറഞ്ഞാല് മുതലയാണ്, മുതല. അതിൽ നാന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. ഇപ്പൊ നക്രഹ, മകരഹ എന്നൊക്കെ പറയും അതിന്. മകരഹ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. നക്രഹ എന്ന് പറഞ്ഞാല് മുതലയാണ്.
ഇനിയുള്ളത് നമുക്ക് ഇങ്ങനെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പാഠപുസ്തകത്തിൽ ചില അവസാനത്തെ ഭാഗത്തൊക്കെ ചിത്രങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ പേരുകൾ ഉൾപ്പെടുത്തിയതാണ്. അടുത്ത ചിത്രം ചിത്രോഷ്ട്രഹ. ചിത്രോഷ്ട്രഹ എന്ന് പറഞ്ഞാല് ജിറാഫ് ആണ്. ചിത്രോഷ്ട്രഹ, ജിറാഫ്. ഇതങ്ങനെ നമുക്ക് പഠിക്കാനില്ല, പേരൊന്നും അങ്ങനെ പഠിക്കണ്ട. പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും പേര് കേട്ടാൽ അത് ഇന്നതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ചിത്രോഷ്ട്രഹ, ജിറാഫ്. അടുത്തത് മീനഹ. ഇത് എല്ലാവർക്കും അറിയാം. മീനഹ എന്ന് തന്നെ നമ്മൾ മലയാളത്തിലും മീന് എന്ന് പറയും, മത്സ്യം എന്ന് പറയും, മത്സ്യഹ എന്നും അതിന് പേരുണ്ട്. മീനഹ. മീനഹ ചിത്രരാസഭാഷ മതിയോ? എന്താ മോനെ? ജിറാഫിന് ചിത്രരാസഭാഷ മതിയോ? ഇല്ല ഇല്ല, ചിത്രോഷ്ട്രഹ എന്നാണ് കേട്ടോ ജിറാഫിന് പറയാം. അപ്പൊ മീനഹ, അങ്ങനെയുണ്ടല്ലോ. മീനഹ. കേൾക്കുന്നില്ല. മ്യൂട്ടാക്കൂ, മൈക്ക് മ്യൂട്ടാക്കൂ. ഓഫ് ആക്കിയാ മതി, എന്നാ കേൾക്കും. മീനഹ അല്ലെങ്കിൽ മത്സ്യഹ എന്ന് പറഞ്ഞാല് മത്സ്യമാണ്, മീനിന്റെ പേരാണ്. അടുത്തത് വാനരഹ. അതൊക്കെ എളുപ്പമുള്ള പേരുകളാണ്, പറഞ്ഞു പോവാം. വാന്നുള്ള അക്ഷരം, നാന്നുള്ള അക്ഷരം, നായും രായും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ വാനരഹ എന്ന് പറഞ്ഞാല് കുരങ്ങനാണ്. വാനരഹ, കുരങ്ങൻ. അടുത്തത്, അടുത്ത ചിത്രം വ്യാഘ്രഹ. വ്യാഘ്രഹ കടുവയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറയാൻ. ഇപ്പോ നിങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, പറഞ്ഞു പോകുമ്പോൾ അക്ഷരങ്ങൾ ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും അക്ഷരം തെറ്റിപ്പോവില്ല. അല്ലെങ്കിലാണ് നമ്മൾ തെറ്റായി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ അക്ഷരങ്ങൾ ഏതാണെന്ന് ഉയർന്ന ക്ലാസ്സിൽ എത്തുമ്പോൾ മനസ്സിലാവാതെ പോകും. അപ്പൊ വ്യാഘ്രഹ കടുവയാണ്. ഇത് തന്നെയാണ് ഭാരതസ്യ ഔദ്യോഗിക പശുഹു എന്ന് ചോദിച്ചാലുള്ള ഉത്തരവും ഈ കടുവ എന്ന് തന്നെയാണ്. അതായത് വ്യാഘ്രഹ എന്നതാണ് അതിവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. നിങ്ങൾക്ക് ഈ വാക്കൊന്നും എഴുതാനുണ്ടാവില്ല. ചിത്രം തന്നിട്ട് അതിന്റെ സൈഡിലുള്ള പെട്ടിക്കുള്ളില് ശരി ചിഹ്നം കൊണ്ട് മാർക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നാലും പേര് മനസ്സിലാക്കി വെക്കണം, അതിനാണ് നമ്മൾ കൂടെ കൂടെ ഉച്ചരിക്കുന്നത്. അപ്പൊ വ്യാഘ്രഹ എന്ന് പറഞ്ഞാല് കടുവ. അടുത്ത പേരാണ്, അടുത്ത ചിത്രമാണ് ചിത്രാശ്വഹ. ചിത്ര അശ്വഹ എന്നാണ് അതിന്റെ. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഇപ്പൊ ചിത്രമുള്ള കുതിര, അതിന്റെ ശരീരത്തിൽ നമ്മൾ നല്ല ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര്. ചിത്രാശ്വഹ എന്ന് പറഞ്ഞാല് സീബ്ര. നമ്മൾ വരയൻ കുതിര എന്നൊക്കെ മലയാളത്തിൽ പറയും, വരയൻ കുതിര എന്ന് പറയും. അതിന്റെ പേരാണ് ചിത്രാശ്വഹ എന്ന്. ഇനി അടുത്തതാണ് കുതിര. അത് അശ്വഹ എന്നാണ് കുതിരയ്ക്ക് പറയുന്ന പേര്, അശ്വഹ. അത് ഷാ എന്നുള്ള അക്ഷരത്തിന്റെ പകുതി അത് കൂടി വരുമ്പോ ലിപിയിൽ ഇങ്ങനെയാണ് അത് അടയാളപ്പെടുത്തുന്നത്. പറയാം. തുരഗഹാന്നും അതിന് പേരുണ്ട്. നിങ്ങളപ്പോ നല്ല മിടുക്കന്മാരാട്ടോ. നിങ്ങൾ കുറെ വാക്കുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല മിടുക്കന്മാരാണ്. ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല കുട്ടികളാണേ. എല്ലാവർക്കും പ്രത്യേക കയ്യടി തന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച്. അപ്പോ അശ്വഹ, കുതിര. ഇനി അടുത്ത ചിത്രം ഇത് ചിത്രം കാണുന്നുണ്ടാവുമായിരിക്കും അല്ലെ നിങ്ങള്. കൂർമഹ എന്ന് പറയും. കൂർമഹ എന്ന് പറഞ്ഞാല് ആമയാണ്. ആമയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്, കച്ഛപഹ എന്നും പറയും. കച്ഛപഹ, 2 പേരുകളും പറയാറുണ്ട്. കൂർമഹ എന്നും പറഞ്ഞു കാണാം, ചില പാഠപുസ്തകത്തിൽ കച്ഛപഹ എന്നും പറയാറുണ്ട്. രണ്ടും ആമയുടെ പേരാണ്. ആമ, കൂർമഹ, അങ്ങനെ ഓർമ്മിക്കാം. ഇനി അടുത്ത ചിത്രം എല്ലാവർക്കും അറിയാം, സിംഹഹ. സിംഹം തന്നെ. സിംഹം കാട്ടിലെ രാജാവാണ്. മൃഗരാജഹ കഹ എന്ന് ചോദിച്ചാല് സിംഹഹ എന്ന് ഉത്തരം എഴുതാം. അല്ലെങ്കിൽ വനസ്യ രാജാ കഹ. ചിത്രം കാണുന്നില്ലേ? ചിത്രം കാണുന്നില്ല. പ്രസാദ് മാഷെ, ചിത്രം കാണുന്നില്ല എന്നാ പറയുന്നവര്. ചിത്രം മറ്റുള്ളവർക്കെല്ലാം കാണുന്നുണ്ടല്ലോ, ഒന്ന് കൺപിടാൻ പറ്റുമോ? അതെന്താണോ? കാണുന്നുണ്ട്. കുറച്ചു പേർക്ക് എന്തോ സാങ്കേതിക തടസ്സമായിരിക്കും, അത് അറിയില്ല എന്താണ്.
ആ ഒന്ന് ഓക്കെ മുകളിലേക്ക് ഓക്കെ മൈക്ക് നോക്കിയാൽ മ്യൂട്ട് മതി. ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്യൂ, ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ. ആ മൈക്ക് ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ, എന്നാലേ കേൾക്കുള്ളൂ. സിംഹ, സിംഹം. അടുത്ത ചിത്രം. ഇവിടെ രണ്ട് ചോദ്യം. മൃഗരാജ കഹ എന്ന് ചോദിച്ചാലും വനസ്യ രാജ കഹ എന്ന് ചോദിച്ചാലും സിംഹം തന്നെയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം മാഷേ. ടീച്ചറെ ഹരി എന്ന് പറയോ? ഹരി എന്ന് പറയും. ആ ഹരി എന്ന് പറയൂ കേട്ടോ. ഹരി എന്ന് പറഞ്ഞാൽ സിംഹാണേ. ആ അപ്പോ ഹരിണഹ. അടുത്ത വാക്ക്, അടുത്ത വാക്കാണ്. മൈക്ക് ഓഫ് ചെയ്യണേ മക്കളെ, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കില്ല. ഹരിണഹ. ഹരിണഹ എന്ന് പറഞ്ഞാല് മാനാണ്, മാൻ. ഹരിണഹ. അതിന് തന്നെ മൃഗഹ എന്നും പറയാറുണ്ട്. മൃഗഹ എന്ന് പറഞ്ഞാലും ഇപ്പോ ചില കഥകളിലൊക്കെ ആശ്രമത്തിൽ വളർത്തുന്ന മൃഗമാണ് മാൻ. അപ്പോ ശാകുന്തല പോലെയുള്ള കഥകളില് മൃഗഹ എന്നാണ് അവിടെ മാനിനെ പറയാം. അപ്പോ മൃഗഹ എന്നും പറയാം, ഹരിണഹ എന്നും മാനിന് പേരുണ്ട്. അടുത്ത ചിത്രം. കഴിഞ്ഞു ടീച്ചറെ. കഴിഞ്ഞു അല്ലെ? ആ ഇനി നമുക്കുള്ളത് പക്ഷികളുടെ ചിത്രമില്ലേ? പക്ഷെ പക്ഷികളെ പരിചയപ്പെടാനുണ്ട്. ചില പക്ഷികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ടീച്ചറെ പക്ഷികൾ ഇതില് വന്നിട്ടില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ലേ? ഉണ്ടാക്കാം. ടീച്ചറെ കാലഹില്ലേ ടീച്ചറെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത എല്ലാം പറയാം കേട്ടോ. പക്ഷികൾ ഉണ്ടല്ലോ മാഷേ. കാക്കയുടെ ചിത്രമുണ്ട്. ആ കാക്കയുടെ ചിത്രമാണ് ഫ്രണ്ടിലുള്ളത്. ആ അപ്പോ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരാളാണിത് അല്ലെ. കാക്കഹ എന്ന് പറഞ്ഞാല് കാക്കയാണ്. അത് പറയുന്ന പോലെയാണ്, മലയാളത്തിൽ പറയുന്ന പോലെ തന്നെയാണ് ആ പേര്. സംസ്കൃതത്തിലും അങ്ങനെ തന്നെയാണ്, കാക്കഹ. മലയാളത്തിൽ കാക്ക എന്ന രണ്ടക്ഷരമുണ്ട്, കൂട്ടക്ഷരമുണ്ട്. പക്ഷെ സംസ്കൃതത്തിൽ കൂട്ടക്ഷരമില്ല. കാക്കഹ എന്നേ ഉള്ളൂ. അടുത്ത ചിത്രം. അടുത്ത ചിത്രം. എന്തിനാണ്? പക്ഷികൾ എന്ന് പറയുമ്പോ പക്ഷിനഹ. പക്ഷിനഹ എന്ന് പറയാം. പക്ഷിനഹ അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഖഗാഹ എന്ന് പറയും. ഈ പേര് വരാൻ കാരണം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്താലേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കലവിലാവും. മൈക്ക് ഓഫ് ചെയ്യൂ മക്കളെ. അപ്പോ പറയുന്നത് കേട്ടോളൂ. ഖ എന്ന് പറഞ്ഞാല് ആകാശം എന്ന അർത്ഥമുണ്ട്. ആകാശം. അപ്പൊ ആകാശത്തിലൂടെ പോകുന്നത് ഗച്ഛതി എന്ന അർത്ഥത്തിലാണ് ഖ എന്ന് ആകാശത്തിന്റെ അക്ഷരവും ഗ എന്ന് ഗച്ഛതി അല്ലെങ്കിൽ പോകുന്നു എന്നതിന്റെ അക്ഷരവും ചേർത്തിട്ടാണ് ഖഗഹ എന്നൊരു പേര് കൂടി പക്ഷിക്കുണ്ട്. ഹേ ഗച്ഛതി ഇതി ഖഗഹ എന്നാണ് അതിന്റെ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ പക്ഷിക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം അതാണ്. ഖഗഹ എന്നും പറയാം, പക്ഷി എന്നും പറയാം. ഇത് ആരാണ്? പറയൂലേ ടീച്ചറെ? കാണുന്നില്ല. അർണവ് ആരാണ്? അർണവ് മൈക്ക് ഓഫ് ആക്കുവോ? കാക്കഹ, കാക്ക. അടുത്ത സ്ലൈഡ്. ടീച്ചറെ ഓ ടീച്ചറെ വായസഹ പറയാം. വായസഹ പറയാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മിടുക്കന്മാരാട്ടോ. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത് കുക്കുടഹ. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം. അതെ കുക്കുടഹ. കുക്കുടഹ പറഞ്ഞ ആരാണ്? കോഴി അല്ലെ? കോഴിയമ്മ, കോഴി, പൂവൻ കോഴി എന്നാണ്. കുക്കുടഹ, കോഴി. അടുത്ത ചിത്രം. ഓക്കെ. അടുത്ത ചിത്രം മാഷേ. കാണുന്നില്ല. കുക്കുടഹ, കോഴി. അടുത്ത ചിത്രത്തിലേക്ക് പോവാം. കപോതഹ എന്ന് പറയും ഇതിന്. ഇത് പ്രാവിന്റെ പേരാണ്, കപോതഹ. അപ്പൊ പാന്നുള്ള അക്ഷരമുണ്ട്, അതില് താന്നുള്ള അക്ഷരമുണ്ട്. അപ്പോ കപോതഹ എന്ന് പറഞ്ഞാല് പ്രാവ്. അടുത്ത ചിത്രം.
कपोतः अस्ति वा गृहे? गृहे अस्ति वा? अस्तु, അടുത്ത ചിത്രത്തിലേക്ക് പോവാം നമുക്ക്. കാദംബഹ. കാദംബഹ എന്ന് പറഞ്ഞാല് താറാവ്. താറാവ്. കാദംബഹ എന്നാണ് അതിന് പറയാ. കാദംബഹ. ഈ താറാവിന്റെ തന്നെ വേറൊരു രൂപമാണ്. പറയാം. ശരാരിഹി പറയാം. ശരാരിഹി എന്ന് പറഞ്ഞാലും കാദംബഹ എന്ന് പറഞ്ഞാലും താറാവാണ്. അപ്പൊ ഇതുപോലെ തന്നെ വേറൊരു പക്ഷിയുണ്ട്, ഹംസഹ എന്ന് പറയും. അത് പുരാണ കഥകളിലൊക്കെ ശരാരിഹി പറയും. ശരാരിഹി എന്ന് പറയാം കേട്ടോ. അപ്പോ ശരാരിഹി എന്ന് പറഞ്ഞാലും കാദംബഹ എന്ന് പറഞ്ഞാലും താറാവാണ്. ഇനി അതുപോലെ തന്നെ കുറച്ചും കൂടെ ഉയരമുള്ള ഒരു പക്ഷിയാണ് ഹംസഹ എന്ന് പറഞ്ഞാല്. ഹംസഹ എന്ന് പറഞ്ഞാല് അരയന്നം എന്നാണ് അർത്ഥം. അപ്പൊ അത് നിങ്ങൾ ഹംസത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പുരാണ കഥകളിലൊക്കെ പറയുന്ന പക്ഷിയാണ് ഹംസഹ. ചില അപൂർവം മൃഗശാലകളിൽ ഈ പക്ഷിയുണ്ട്. നല്ല ഉയരമുള്ള ഒരു പക്ഷിയാണ്, വെളുത്ത നിറത്തിലൊക്കെ കാണാം. ആ പക്ഷിയാണ് ഹംസഹ. ഏകദേശം ഈ താറാവിന്റെ പോലെയാണ് അതിന്റെ കൊക്കും ഒക്കെ ഉള്ളത്. അപ്പോ ഇത്രയും താറാവിന് അത്ര പൊക്കം ഉണ്ടാവില്ല. അരയന്നത്തിന്റെ പേരാണ് എന്താ? ഹംസഹ എന്ന് പറയും അരയന്നത്തിന്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം നമുക്ക്. കുറെ വിഷയങ്ങളുണ്ട്. അടുത്തത് രാത്രി മാത്രം കണ്ണു കാണുന്ന പക്ഷിയാണ്. അതിന്റെ പേരാണ് ഉലൂകഹ. ഉലൂകഹ എന്ന് പറഞ്ഞാല് മൂങ്ങ. ഉലൂകഹ. ഉലൂകഹ. അടുത്ത പക്ഷി ഉലൂകഹ. മക്കളെ മൈക്ക് മ്യൂട്ട് ചെയ്യോ? മൈക്ക് ഓഫ് ആക്കണേ മക്കളെ, ഇല്ലെങ്കിൽ പറയുന്ന കേൾക്കില്ല. ഉലൂകഹ. അടുത്ത ചിത്രം മയൂരഹ. ഇത് മയൂരഹ. മയൂരഹ. ഓക്കെ. നല്ല കുട്ടികള്. നിങ്ങളൊക്കെ അനുഭവത്തിലൂടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് സന്തോഷം. ശരി. പറയത്തില്ലേ മയിലിന? പറയാം. ഞാൻ പറഞ്ഞു വരട്ടെ. കേകി എന്ന് പറഞ്ഞാലും മയൂരഹ എന്ന് പറഞ്ഞാലും മയിലാണ്. അപ്പൊ ഇത് പഠിക്കുമ്പോ വേറൊരു കാര്യം കൂടി പഠിക്കണം. ഭാരതസ്യ ഔദ്യോഗിക പക്ഷി മയൂരഹ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണെന്ന് ചോദ്യം വന്നാല് അവിടെയും എഴുതേണ്ട ഉത്തരം എന്താണ്? മയൂരഹ എന്നാണ്. മയൂരഹ എന്നുള്ളതിന് വേറൊരു പേരാണ് കേകി എന്നും പറയാറുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നിങ്ങളുടെ മിടുക്കന്മാരാണ് എല്ലാവരും ഉത്തരങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കേൾക്കുമ്പോ. അടുത്തത് ബകഹ. ഈ പാടത്ത് വയലിലൊക്കെ വന്നിരിക്കും മത്സ്യത്തിനെ പിടിക്കാൻ. ആ പക്ഷിയാണിത്. ബകഹ എന്നാണ് അതിന്റെ പേര്. കൊച്ചി എന്നും. അതെ. തന്നെ ആ പക്ഷി തന്നെ. തന്നെ മീൻകൊത്തി പക്ഷിയല്ല. ഇത് ബകഹ എന്ന് പറഞ്ഞാല് വെള്ള നിറത്തിലും തവിട്ട് നിറത്തിലും ചാര നിറത്തിലും ഒക്കെ വന്ന് വയലിൽ ഒറ്റക്കാലിലിരിക്കുന്ന പക്ഷിയാണ്. അതിന്റെ പേര് കൊറ്റി എന്നും പറയും, കൊക്ക് എന്നും പറയും നമ്മള് മലയാളത്തില്. അതിന്റെ പേരാണ് ബകഹ. അവിടെ സ്മൈലിയൊക്കെ വന്നു കഴിഞ്ഞു കൊക്കിന്റെ. അടുത്ത ചിത്രം പക്ഷെ പക്ഷികളുടെ കഴിഞ്ഞു. ചിത്രം കാണുന്നില്ല. ചാതകഹ. വായിക്കാൻ പഠിച്ചല്ലോ. പേര് വായിച്ചത് ആരാണ്? പേര് വായിച്ചാളുടെ പേര് പറയോ?
അതന്നെ വേഴാമ്പൽ. മൈക്ക് മ്യൂട്ടാക്കണേ മക്കളെ. എല്ലാ കുട്ടികളും മൈക്ക് ഓഫാക്കണം. മൈക്ക് ഓഫാക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാണ്ടാവും. ചാതകഹ വേഴാമ്പൽ. ഈ ചാതകഹ എന്നുള്ള പക്ഷി ചിത്രം കാണുന്നില്ല ടീച്ചറെ. പക്ഷി കേരളത്തിലെ ഔദ്യോഗിക വെരി ഗുഡ്. ഔദ്യോഗിക ഉത്തമം. കേരളസ്യ ഔദ്യോഗിക പക്ഷി എന്ന് ചോദ്യം വന്നാല് എഴുതേണ്ട ഉത്തരമാണ് ചാതകഹ. അത് വേഴാമ്പലിന്റെ പേരാണ്. ഈ ചാതക പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പക്ഷി ശുദ്ധമായ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. നമ്മളെ പോലെ ഏത് വെള്ളവും കുടിക്കില്ല. നമ്മളെ എവിടുന്ന് വെള്ളം കിട്ടിയാലും കുടിക്കില്ലേ? ചിത്രം കാണുന്നില്ല. ഈ പക്ഷി മഴ പെയ്യുമ്പോ മാത്രമാണ് വെള്ളം കുടിക്കുക. നല്ല ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുന്ന പക്ഷിയാണ്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. അപ്പൊ നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോവാം. മാഷേ, സ്ലൈഡ് കഴിഞ്ഞോ? അടുത്ത പക്ഷിയാണ് ഇത്. നമ്മൾ കുരുവി എന്ന് പറയും. ചടക എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയാം. ചടക എന്ന് പറഞ്ഞാല് കുരുവി. മക്കളെ, കുട്ടികളെ നിങ്ങൾ മ്യൂട്ട് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണേ. കാരണം മൈക്ക് എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓൺ ആക്കുമ്പോ ഒന്നും മനസ്സിലാവാതെ പോവും. എല്ലാ രക്ഷിതാക്കളും മൈക്ക് ഓഫാക്കാം. മൈക്ക് ഓഫാക്കണേ. കുട്ടികളെ ആവേശത്തിലാണ് പറയുന്നത്. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് തന്നെ പറഞ്ഞോളൂ, എനിക്കിവിടെ കേൾക്കാം. അതാണ് മാജിക്. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് അമ്മമാരോട് പറഞ്ഞാൽ എനിക്കിവിടെ കേൾക്കാം. ഓക്കെ. ഇപ്പൊ ചടക എന്ന് പറഞ്ഞാല് കുരുവിയാണ്. അടുത്ത സ്ലൈഡ്. ചിത്രം കാണിക്കൂല. അടുത്ത സ്ലൈഡാണ്. ഇത് ദേശീയ പക്ഷി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്ലൈഡ് ഉണ്ടാക്കിയതാണ്. അത് ശുകഹ. ശുകഹ എന്ന് പറഞ്ഞാല് തത്ത. ശുകഹ തത്ത. മാഷെ കഴിഞ്ഞോ? സ്ലൈഡ് കഴിഞ്ഞോ പ്രസാദ് മാഷെ? അടുത്തത് പികഹ. പികഹ എന്ന് പറഞ്ഞാല് കുയിലാണ്. അതായത് കണ്ടാലേ നമുക്ക് കാക്കേനെ പോലെ തോന്നും, പക്ഷെ നല്ല ശബ്ദം, നല്ല നീട്ടി കൂവുന്ന കോകിലഹ എന്ന് പറയും. ഉത്തമം. അത്യുത്തമം. കോകിലഹ എന്ന് പറഞ്ഞാലും പികഹ എന്ന് പറഞ്ഞാലും കുയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് എഴുതാൻ എളുപ്പം പികഹ എന്നായിരിക്കും. അതുകൊണ്ട് ഞാനത് സ്ലൈഡിൽ അങ്ങനെ വെച്ചു മാത്രമേ ഉള്ളൂ. ശരി. നല്ല ശബ്ദമൊക്കെ കേൾക്കാം. രാവിലെയൊക്കെ എഴുന്നേറ്റാലും മാവിന്റെ കൊമ്പിലൊക്കെ വന്നിരുന്നിട്ട് പാട്ട് പാടും. അപ്പൊ പികഹ എന്ന് പറഞ്ഞാല് കുയിലാണ്. അടുത്ത സ്ലൈഡ്. കഴിഞ്ഞു. ഇനി നമുക്ക് സംഖ്യകളിലേക്ക് പോവാൻ തോന്നും മാഷേ. സംഖ്യയുടെ സ്ലൈഡ്. സംഖ്യ ഇവർക്ക് പഠിക്കാനുണ്ട്. സാമൂതം ഗണയാമഹ എന്നൊരു പാഠത്തിൽ നിങ്ങൾക്ക് 10 വരെ സംഖ്യകൾ പഠിക്കാനുണ്ട്. ഇപ്പോ സംഖ്യകൾക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേര് സംഖ്യാഹ എന്നാണ്. സംഖ്യാഹ എന്ന് പറഞ്ഞാൽ സംഖ്യകൾ എന്നർത്ഥം. സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ. സംഖ്യാഹ എന്ന് പറഞ്ഞാല് കുറേ സംഖ്യകൾ. അപ്പൊ നമുക്ക് 10 വരെ, 1 മുതൽ 10 വരെ സംഖ്യകൾ ഉള്ളതുകൊണ്ടാണ് സംഖ്യാഹ. അതന്നെ. അത് ഓരോന്നായിട്ട് വരും. നിങ്ങള് മൈക്ക് ഓഫ് ചെയ്തിട്ട് അമ്മമാരെ പറഞ്ഞു കേൾപ്പിക്കണം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞു കേൾപ്പിക്കൂ. മൈക്ക് ഓണാക്കണ്ട, ഓണാക്കാതെ പറഞ്ഞു കേൾപ്പിച്ചോളൂ. ഏകം എന്ന് അത് എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അക്ഷരത്തില് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. സ്കോളർഷിപ്പ് പരീക്ഷ ആയതുകൊണ്ട്, കാരണം സാധാരണ പരീക്ഷയ്ക്ക് എഴുതാനൊന്നും ചോദിക്കില്ല. പക്ഷെ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് ചിലപ്പോ എളുപ്പമുള്ള അക്ഷരങ്ങൾ ഒന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പൊ ഒന്ന് അക്ഷരം കൂടി ഒന്ന് നോക്കി വെക്കണം. ഏകം എന്ന് സംസ്കൃതത്തിലുള്ള അക്കവും തന്നിട്ടുണ്ട്. മലയാളത്തില് നമ്മൾ സാധാരണ മലയാളത്തിൽ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെയും സംസ്കൃത അക്ഷരത്തിലും പിന്നെ സാധാരണയുള്ള അക്കവും, അങ്ങനെ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സ്ലൈഡ് ഉള്ളത്. ഏകം 1 എന്നാണ് അതിന്റെ മലയാളം. രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോവാം. ദ്വേ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് സംസ്കൃത അക്ഷരം എഴുതാൻ. അതായത് ദാന്ന് എഴുതി അതിന്റെ വാലിൽ ഒരു വാ കൂടി ഫിറ്റ് ചെയ്ത് ദ്വേ എന്നാണ് അതിന് പറയാ. അപ്പൊ 2 എന്ന് എഴുതുന്നത് 1 എന്ന് എഴുതുന്നതിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ സംസ്കൃത അക്കത്തിൽ എഴുതുമ്പോ.
അതൊന്ന് നോക്കി വെക്കണം. പരീക്ഷ പേപ്പറിൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തില് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദ്വേ. മൂന്നാമത്തത് ത്രീണി. ത്രീണി എന്ന് എഴുതുന്നത് മൂന്ന്, നമ്മൾ സാധാരണ 3 എന്ന് എഴുതുന്ന പോലെ തന്നെ അതിനൊരു ചുറ്റിക്കെട്ടി ഒരു താഴോട്ടൊന്ന് വലിച്ചാല് 3 എന്നായി. ത്രീണി എന്നാണ് അതിന്റെ സംസ്കൃതം. ത്രീണി. അടുത്തത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ടീച്ചർമാർ ഇതൊക്കെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് വേഗം പോവാം. ചത്തുവായി. മൈക്ക് ഓഫ് ചെയ്യണം, മൈക്ക് ഓഫ് ചെയ്യണം. മൈക്ക് ഓഫ് ചെയ്ത് അമ്മമാരെ പറഞ്ഞു കേൾപ്പിക്കണം. ചത്വാരി. ചത്വാരി എന്ന് പറഞ്ഞാല് 4. 4 എന്ന് എഴുതുമ്പോ എഴുതേണ്ട സംസ്കൃത അക്കം എങ്ങനെയാണ് എഴുതണമെന്ന് ഒന്ന് നോക്കി വെക്കണം. അക്ഷരം എഴുതാനൊന്നും 1ാം ക്ലാസ്സിൽ അങ്ങനെ ചോദിക്കില്ല. എന്നാലും കണ്ട മനസ്സിലാക്കുന്ന തരത്തിലൊന്ന് ധരിച്ചു വെക്കാം. ചത്വാരി. അടുത്തത് മിടുക്കൻ. പഞ്ച. അടുത്ത സംഖ്യ പഞ്ച. പഞ്ച എന്നും സംസ്കൃത അക്കം ശ്രദ്ധിച്ചു വെക്ക, അക്ഷരങ്ങളും നോക്കി വെക്ക. പഞ്ച എന്ന് കണ്ടാല് ഇത് ഈ അക്ഷരമാണ്, ഈ അക്കമാണ് ശരി ചിഹ്നം ഇടേണ്ടത്, അല്ലെങ്കിൽ വട്ടം വരയ്ക്കേണ്ടത്. അടുത്ത സംഖ്യ മൈക്ക് ഓഫാക്കണേ, മൈക്ക് ഓഫാക്കണേ. അടുത്ത സംഖ്യ ഷട്ട് എന്നാണ് സംഖ്യ. അത് സംഖ്യ എഴുതുന്ന 6 എന്ന് എഴുതുന്ന പോലെ തന്നെയാണ്. 3 എന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഉള്ളിൽ ചുറ്റിയെടുത്താൽ എന്തായി? ഷട്ട് എന്ന 6 എന്ന സംഖ്യയായി. അടുത്ത സംഖ്യ ഇതൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വേഗം വേഗം പോവാം. അടുത്ത സംഖ്യ PDF തരും കേട്ടോ. PDF തരും. അടുത്ത സംഖ്യ സപ്ത. ഈ ചിത്രം കാണുന്നതെല്ലാം 1 മിനിറ്റ് മൈക്ക് മ്യൂട്ട് ചെയ്യോ മക്കളെ? മൈക്ക് ഓഫാക്കി മൈക്ക് ഓഫ് ചെയ്യോ മക്കളെ? കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നൊന്നും അവര് കേൾക്കണേ ഇല്ല. അവര് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞതിൽ. എല്ലാ കുട്ടികളും എല്ലാം നല്ല ഉഷാറായിട്ട് പറയുന്നതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ. അധ്യാപകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ, രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. നല്ല മിടുക്കനായിട്ട് പറയുന്നുണ്ട് എല്ലാവരും. ക്ലാസിന്റെ വിജയമാണ്. അപ്പൊ സപ്ത എന്ന് പറഞ്ഞാല് 7 7 എന്നുള്ള അക്കം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതണമെന്ന് നോക്കി വെക്കണം. ഈ ചിത്രങ്ങളിൽ ഇവിടെ സ്ലൈഡായിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും പഠിക്കാനും എല്ലാം എളുപ്പമുണ്ടാവും. സപ്ത. അടുത്ത സ്ലൈഡാണ്. സ്ലൈഡ് ആണ് 8. ഇത് അക്കത്തിൽ എഴുതാൻ എളുപ്പമാണ്. സംസ്കൃത അക്കത്തിൽ എഴുതാൻ വളരെ എളുപ്പമുള്ള അക്കമാണ് 8. അടുത്ത സ്ലൈഡാണ് നവ. പക്ഷെ അടുത്തോളൂ, ഇത് പറഞ്ഞോളൂ. അടുത്തത് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞോളൂ. അടുത്ത സ്ലൈഡ് ഏതായിരിക്കും? നവ കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ദശ. അപ്പൊ ഇത്രയുമാണ് മിടുക്കി. ആ മിടുക്കിയുടെ പേരെന്താ? അമ്മയാ? ഉത്തമം. ഒരു മിനിറ്റ് കുഞ്ഞുങ്ങളെ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുമോ? നിങ്ങൾ ശ്രദ്ധിക്കുമോ? മൈക്ക് ഓഫ് ചെയ്യൂ. ഇതിപ്പോ എല്ലാ കുട്ടികളും സംഖ്യ പറഞ്ഞു. 215 കുട്ടികളുണ്ട് ഇതിൽ കേട്ടോ.
215 കുട്ടികൾ ഇവിടെ സംഖ്യ പറഞ്ഞതിന് ടീച്ചർ പ്രത്യേക കയ്യടി തന്നിരിക്കുന്നത് എല്ലാവർക്കും. അപ്പൊ മിടുക്കന്മാരാണ് നിങ്ങള്. താങ്ക് യു എനിക്ക് സന്തോഷമായി നിങ്ങളുടെ പ്രകടനങ്ങളുടെ കണ്ടിട്ട്. ശരി, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? മൈക്ക് ഓഫ് ചെയ്യാമോ? മൈക്ക് ഓഫ് ചെയ്യാമോ? മൈക്ക് ഓഫ് ചെയ്താലേ നമ്മൾ ഇനി പറയുന്ന കേൾക്കുള്ളൂ. ഇനി മാഷെ അതില് ഓരോ പാഠത്തിന്റെ അവസാനം വരുന്ന കുറെ വാചകങ്ങളായിട്ടില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓരോ പാഠത്തിന്റെ അവസാനം അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് വരാവുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും ഇപ്പോ എന്നുള്ളത് നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ വരും എന്നുള്ളത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ പ എന്ന അക്ഷരം, മൈക്ക് ഓഫ് ചെയ്യണം, മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞിട്ടേ മൈക്ക് ഓൺ ആക്കാവൂ. പ എന്ന അക്ഷരം കണ്ടോ? പ കഴിഞ്ഞിട്ട് പ വലയീ കരോതു എന്ന് പറഞ്ഞാല് പ എന്ന അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കണം, ചുറ്റും ഒരു വര വരയ്ക്കാം. അതിനാണ് വലയീ കരോതു. വലയം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ചുറ്റി വരയ്ക്കുന്നതിനാണ് വലയം എന്ന് പറയാം. അപ്പൊ പ എന്ന അക്ഷരത്തിന് ചുറ്റും ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നതിനാണ് എന്താ പറയാ, പ വലയീ കരോതു. അതില് മൈക്ക് ഓഫ് ചെയ്യണം. മൈക്ക് ഓഫ് ചെയ്താലേ ഞാൻ പറയൂ, അല്ലെങ്കിൽ ഒന്നും കാര്യം ഉണ്ടാവില്ല. ഇനി അവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. പീതഹ, കപോതഹ, ദീപഹ, പർവതഹ. ഈ എല്ലാ വാക്കുകളിലും പ എന്ന അക്ഷരം എവിടെയാണോ വരുന്നത് ആ പ എന്ന അക്ഷരത്തിന് മാത്രം വട്ടം വരയ്ക്കേണ്ട പ്രവർത്തനമാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതൊരു മാതൃകയാണ്, ഇതൊരു ചോദ്യം വരുന്ന രീതിയാണ്. അടുത്ത സ്ലൈഡില് രാ എന്ന അക്ഷരത്തിന് ചുറ്റും വട്ടം വരയ്ക്കാൻ. രാ അക്ഷരം വലയീ കരോതു. അവിടെ മകരഹ, പാരന്തി, ദൂരവാണി, നഗരം, ഈ എല്ലാ വാക്കുകളിലും രാ എന്ന അക്ഷരമുണ്ട്. അപ്പൊ ആ അക്ഷരത്തിന് ചുറ്റും മാത്രം, ആ അക്ഷരത്തിന് മാത്രം വട്ടം വരയ്ക്കുന്ന പ്രവർത്തനമാണ് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. മാതൃക തന്നിട്ടുണ്ട്. രാക്ക് ചുറ്റും മാത്രമായിട്ട് വട്ടം ഇട്ടിട്ട് അവിടെ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം. രാ അക്ഷരം വലയീ കരോതു എന്ന് പറഞ്ഞാൽ രാക്ക് ചുറ്റും മാത്രം വട്ടം വരയ്ക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ ഇത് വേറൊരു മാതൃകയാണ്. യഥോചിതം യോജയതു. ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. അതായത് കുറെ വസ്തുക്കളുടെ പേര്, നമ്മൾ പഠിച്ച കുറെ വാക്കുകളുടെ ചിത്രങ്ങൾ തരും, അതിന് ഒരു ഭാഗത്ത് വാക്കുകൾ തരും. അപ്പോ ഇവിടെ വാക്കുകളും ചിത്രങ്ങളും ക്രമത്തിലല്ല ഉള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാക്കുകളെയും ചിത്രങ്ങളെയും തമ്മിൽ വരച്ച് ചേർക്കണം. അപ്പോ നമുക്ക് ഇപ്പോ ഈ പാഠത്തിന്റെ അവസാനം വരുന്ന പ്രവർത്തനമാണിത്. ഈ 8ാമത്തെ പാഠത്തിലോ 7ാമത്തെ പാഠത്തിലോ മറ്റോ വരുന്നതാണ്. ഒന്നാമത്തെ ചിത്രം പാദരക്ഷ, ചെരുപ്പിന്റെ ചിത്രമുണ്ട്, ചീർപ്പിന്റെ ചിത്രമുണ്ട്, പിന്നെ ബ്രഷാണത്. അടുത്തത് കണ്ണട, പിന്നെ സോപ്പ്. ഈ ചിത്രങ്ങൾക്ക് പറയുന്ന പേരുകള് ഇപ്പോ ഞാൻ പറയാം. അപ്പോ ഉപനേത്രം എന്ന് പറഞ്ഞാല്, ഉപനേത്രം എന്ന് പറഞ്ഞാൽ വരയ്ക്കേണ്ടത് കണ്ണടയുടെ പേരാണെന്ത്? ഉപനേത്രം. അപ്പോ കണ്ണടയിലേക്ക് ഒരു വര വരയ്ക്കണം. ഉപനേത്രം എന്ന വാക്കും കണ്ണടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വര വരച്ച് യോജിപ്പിക്കണം. ഇനി അടുത്ത വാക്കാണ് ഫേനകം. അതിനെ ഫ എന്ന് പറയരുത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ എഫ് എന്നുള്ള അക്ഷരം ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ആ അക്ഷരം കാണുമ്പോൾ ഫേ എന്നാ പറയാം. അത് പറയരുത്. ആ അക്ഷരം ഉച്ചരിക്കേണ്ടത് ഫ എന്നാണ്. പ കഴിഞ്ഞ അക്ഷരം ഫ. അപ്പൊ ഫേനകം എന്ന് പറഞ്ഞാല് സോപ്പിന്റെ പേരാണ്. അപ്പൊ ഏത് ചിത്രത്തിലേക്ക് വരയ്ക്കണം? 2ാമത്തെ വാക്കും സോപ്പിന്റെ ചിത്രവും തമ്മിലാണ് വരയ്ക്കേണ്ടത്. ഇതൊക്കെ PDF ഇട്ട് തരൂ കേട്ടോ, ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. അടുത്തത് പാദരക്ഷ എന്നാണ് വാക്ക്. പാദരക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ ചിത്രം? ചെരുപ്പിന്റെ ചിത്രമാണ്. അപ്പൊ പാദരക്ഷ എന്ന വാക്കും ചെരുപ്പിന്റെ ചിത്രവും തമ്മിൽ വരച്ച് യോജിപ്പിച്ചാൽ ആ ഉത്തരം ശരിയായി. ഇനി അടുത്ത വാക്കാണ് കങ്കതം. കങ്കതം എന്ന് പറഞ്ഞാല് ചീർപ്പിന്റെ പര്യായമാണ്. നമ്മൾ തല ചീകി വെക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചീപ്പ്. അതിന്റെ പേരാണ് കങ്കതം. ചിലപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഇപ്പോ ഒരു വാക്ക് തന്നിട്ട് ഇതിന്റെ ഈ ചീർപ്പ് എന്ന ചിത്രം തന്നിട്ട് ഇതിനെന്താ സംസ്കൃതം പറയാ എന്നൊരു ചോദ്യം ചോദിച്ചാലും എന്താ എഴുതിയാൽ മതി? അവിടെ എഴുതാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക്. കങ്കതം എന്നും കങ്കണം എന്നും ഒക്കെ വാക്ക് തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയും ചോദിക്കും. അപ്പോ
കങ്കതം എന്നാണ് തീർപ്പ് എന്നതിന് ഉത്തരം എന്ന് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാ അത് എഴുതുക? താന്നുള്ള അക്ഷരം ഉണ്ട്, മാന്നുള്ള അക്ഷരം ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. എഴുതാനൊന്നും ഉണ്ടാവില്ല പരീക്ഷയ്ക്ക്. വരയ്ക്കാനും ശരിയിടാനും ഇതുപോലെ വരച്ച് യോജിപ്പിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അടുത്ത വാക്കാണ് ദന്തകൂർച്ചഹ. ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ്, കൂർച്ചഹ എന്ന് പറഞ്ഞാൽ ബ്രഷാണ്. അപ്പൊ പല്ല് തേക്കുന്ന ബ്രഷിന് പറയുന്ന പേരാണ് എന്ത്? ദന്തകൂർച്ചഹ. അപ്പൊ ആ ചിത്രത്തിലേക്ക് ആ വാക്കും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കായി. ഇതാണ് ഒരു പ്രവർത്തനം. ഇനി അടുത്ത ഒരു ചോദ്യം എങ്ങനെ വരുന്ന നോക്കാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ് നോക്കൂ. ഇങ്ങനെ ഒരു ചോദ്യം വരാം. അതായത് ഉചിത പദേന പൂരയതു എന്ന് പറഞ്ഞാല് ഉചിതമായ വാക്ക് ചേർത്ത് വാചകം പൂരിപ്പിക്കണം. അപ്പോ വാക്കുകൾ എവിടെയുണ്ട്? പൂരിപ്പിക്കേണ്ട വാക്കുകൾ ബ്രാക്കറ്റിൽ തരും. ഒന്നാമത്തെ ചോദ്യത്തില് പ്രകൃതി രേവ. ഈ വാചകങ്ങളൊക്കെ എവിടെയുണ്ടെന്ന് അറിയോ? ഓരോ പാഠത്തിന്റെയും അവസാനം ഒരു കുഞ്ഞു കുഞ്ഞു വാചകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ടീച്ചർമാർ വായിച്ചു തന്നിട്ടുണ്ടാവും, അതിന്റെ അർത്ഥവും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും പഠിക്കാൻ കാണാപ്പാഠം പഠിക്കുകയല്ല, പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ആ പാഠം? ഈ പാഠം പഠിച്ചാലുള്ള നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഗുണം എന്താണ് എന്നാണ് അവിടെ ചുരുക്കിയ വാചകത്തില് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ സ്കോളർഷിപ്പ് പരീക്ഷ ആയതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. സാധാരണ പരീക്ഷയ്ക്ക് അതിൽ നിന്നൊന്നും ചോദ്യം വരില്ല. പക്ഷെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ നല്ല വിവരം നേടിയ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് സ്കോളർഷിപ്പ് പരീക്ഷ. അപ്പോ അതിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അതിൽ വരുന്ന ഒന്നാമത്തെ പാഠത്തിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് പ്രകൃതി രേവ ഡാഷ്. അതിൽ 2 ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജനനി എന്നും കൊടുത്തിട്ടുണ്ട്, ജലം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും ഉത്തരം? പ്രകൃതി രേവ ജനനി എന്നാണ് ആ പാഠത്തിലെ വാചകം. അപ്പൊ അവിടെ പൂരിപ്പിക്കേണ്ടത് ജനനി എന്ന വാക്കാണ്. ഇനി അടുത്തത് നിങ്ങൾക്കറിയാം. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാം. നിങ്ങൾ അമ്മമാരെ പറഞ്ഞു കേൾപ്പിക്കണം. മൈക്ക് ഓൺ ആക്കരുത്, മൈക്ക് ഓൺ ആക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം. ശ്രദ്ധിക്കണം, ചോദ്യം ശ്രദ്ധിക്കണം. കേരള ടീച്ചറെ മൈക്ക് ടീച്ചർ മ്യൂട്ടായി. കേരള രാജ്യസ്യ ഔദ്യോഗിക പശു. ഔദ്യോഗിക പശു എന്ന് ഇവിടെ പറയുന്ന പശുവിനല്ല, മൃഗമാണ്. അതിന്റെ ഉത്തരം ആയിട്ട് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചഷകഹ, ഗജഹ. ഉത്തരം നിങ്ങൾ അല്ലേ? ഉത്തരം എന്താ? ഗജഹ. ശരി. മൈക്ക് ഓഫ് ചെയ്യണം. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. അപ്പൊ ഇതൊരു ചോദ്യ മാതൃകയാണ്. ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അടുത്ത മാതൃക, അടുത്ത സ്ലൈഡ് ഇതാ. ഇവിടെ നോക്കൂ. സംഖ്യകളും ചിത്രങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. അപ്പോ 1, 2, 3, 4, 5 അതിന് നമ്മൾ സംസ്കൃതത്തില് ചോദ്യം ഇതാണ്. സംഖ്യാഹ ഉചിത ചിത്രൈഹി യോജയതു. സംഖ്യകളെ ഉചിത ചിത്രവുമായിട്ട് യോജിപ്പിക്കണം. അപ്പോ ചിത്രത്തിലുള്ള വസ്തുക്കളെ എണ്ണി നോക്കണം. എണ്ണി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ 1, 2, 3, 4, 5 ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യകൾ, ഇനി സംഖ്യ പറയുമ്പോ ഏകം എന്ന സംഖ്യയിലുള്ള ചിത്രം ഏതാണെന്ന് കണ്ടെത്തലാണ് നമ്മുടെ പ്രവർത്തനം. ഏകം. അപ്പോ 1 മാത്രമായിട്ട് വരുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് ഏകം എന്ന സംഖ്യയുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. ഏത് ചിത്രമാണ്? ഏകം എന്ന സംഖ്യയായിട്ട് വരുന്ന ചിത്രം ഏതാണ്? ബോള് അല്ലെ? ബോളിന് എന്താ സംസ്കൃതം പറയാ? കന്തുകം എന്ന് പറയും. കന്തുകം. അപ്പോ ഏകം എന്ന സംഖ്യ വരച്ചു ചേർക്കേണ്ട ചിത്രം കന്തുകം. കന്തുക ചിത്രേണ സാകം ബന്ധനം കരോതു. ദ്വിതീയ സംഖ്യ ദ്വേ എന്ന സംഖ്യ വരുന്ന ചിത്രം ഏതാണ്? കാറിന്റെ ചിത്രമാണ് അല്ലെ? ദ്വേ. അപ്പൊ എണ്ണി നോക്കണം. കാറിന്റെ ചിത്രം നമുക്ക് സംശയമുണ്ട്. കാറിന്റെ ചിത്രം നമ്മൾ കണ്ടു. ചിത്രത്തിൽ നമ്മളിങ്ങനെ എണ്ണി നോക്കാം. തൊട്ട് എണ്ണി നോക്കാം. ഏകം ദ്വേ എന്നെണ്ണുമ്പോ 2 എണ്ണത്തിൽ അത് അവസാനിച്ചാൽ ആ ചിത്രത്തിലാണ് ദ്വേ എന്ന സംഖ്യ ഉള്ളത്. ത്രീണി സംഖ്യ ഏത് ചിത്രത്തിലാണുള്ളത്? മാർജാരഹ. ത്രീണി മാർജാരഹ. മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്ത് അമ്മമാർക്ക് പറഞ്ഞു കേൾപ്പിച്ചാൽ മതി.
അടുത്ത സംഖ്യ ചത്വാരി. ചത്വാരി ചിത്രത്തിൽ വരുന്നത് പർണം അല്ലെങ്കിൽ പർണം അല്ലെങ്കിൽ പത്രം എന്നൊക്കെ പറയാം. അപ്പൊ ആ ചിത്രത്തിലാണ് 4 എന്ന സംഖ്യ ഉള്ളത്. ഇനി പഞ്ച എന്നതില് ആമ്രം. ആപ്പിൾ ആണോ ആമ്രമാണോ? ആമ്രം. ആമ്രം. 5 എന്ന സംഖ്യ ആമ്രത്തിന്റെ ചിത്രമാണ്. ആമ്രം എന്ന് പറഞ്ഞാല് മാങ്ങയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതൊരു മാതൃകയാണ്. ഇങ്ങനെയും ചോദ്യം ചോദിക്കും ചിലപ്പോ. പരീക്ഷയ്ക്ക് വരാവുന്ന സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. അടുത്ത സ്ലൈഡിലേക്ക് പോയാല് അടുത്ത സ്ലൈഡ് കഴിഞ്ഞോ? ഇനി നമുക്ക് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ പറയണ കേൾക്കില്ല. ഇനി സ്ലൈഡ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. എല്ലാവർക്കും അയച്ചു തരും. എല്ലാ കുട്ടികൾക്കും ഈ സ്ലൈഡുകളെല്ലാം എത്തിക്കും. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് പഠിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിക്കണം. എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ഏതെല്ലാം അക്ഷരങ്ങൾ പഠിച്ചോ അതെല്ലാം എഴുതി പഠിക്കുക. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയ കാര്യങ്ങൾ പറയാണ്. ഓക്കെ ടീച്ചർ. ടീച്ചറിന്റെ മൈക്ക് ഓഫ് ടീച്ചറെ. ടീച്ചറിന്റെ മൈക്ക് ഓഫ് ആണ്. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്യൂ. ശരി. ഇനി ശ്രദ്ധിക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മൈക്ക് ഓഫ് ചെയ്യൂ. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തോളൂ. എനിക്ക് കേൾക്കാം. നിങ്ങൾ പറയണൊക്കെ എനിക്ക് കേൾക്കാം. മൈക്ക് ഓഫ് ചെയ്യൂ. ശരി. അപ്പൊ ഇനി പാഠപുസ്തകത്തില് ഇന്ത്യയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാരതസ്യ ഔദ്യോഗിക കാര്യാണി, കേരളസ്യ ഔദ്യോഗിക കാര്യാണി. അപ്പൊ കേരളസ്യ ഔദ്യോഗിക മൃഗഃ, കേരളസ്യ ഔദ്യോഗിക പക്ഷി, കേരളസ്യ ഔദ്യോഗിക ഫലം, കേരളസ്യ ഔദ്യോഗിക പുഷ്പം. അതേപോലെ തന്നെ ഭാരതസ്യ ഔദ്യോഗിക പക്ഷി, ഭാരതസ്യ ഔദ്യോഗിക മൃഗഃ, ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം, ഭാരതസ്യ ദേശീയ ഫലം. ഇങ്ങനെ രണ്ടും തമ്മിൽ മാറിപ്പോവാനൊരു സാധ്യതയുണ്ട്. കാരണം ചെറിയ കുട്ടികളാണ് നിങ്ങള്. അപ്പോ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോവാം. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ സ്കോളർഷിപ്പ് പരീക്ഷ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ പൂവിന്റെ പേരൊക്കെ പഠിച്ചതാണ്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേരളസ്യ ദേശീയ പുഷ്പം കിം, അല്ലെങ്കിൽ കേരളസ്യ ഔദ്യോഗിക പുഷ്പം കിം. ഇതിന്റെ ഉത്തരം കർണികാരം എന്നാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം മാഷേ. അവർക്ക് അറിയണതാണ്, അതുകൊണ്ട് ഞാൻ വേഗം പോവാം. അടുത്ത സ്ലൈഡ്. കേരളസ്യ ദേശീയ പക്ഷീക, അല്ലെങ്കിൽ കേരളസ്യ ഔദ്യോഗിക പക്ഷീക. ഇതിന്റെ പേരാണ് ചാതക. മൈക്ക് ഓൺ ആക്കണ്ട. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഉത്തരങ്ങളൊക്കെ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞതാണ്. മൈക്ക് ഓൺ ആക്കണ്ട. മൈക്ക് ഓൺ ആക്കണ്ട. നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞു കേൾപ്പിച്ചാൽ മൈക്ക് ഓഫ് ചെയ്ത് തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഓണാക്കി എല്ലാം കൂടി ബഹളാവും. അടുത്ത സ്ലൈഡ്. കേരളസ്യ ക്ഷമ്യതാം ഭാരതസ്യ ദേശീയ പക്ഷി ക, ഭാരതസ്യ ദേശീയ പക്ഷി ക, അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷിയുടെ പേര് മയൂരഹ. നിങ്ങൾക്ക് അറിയാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം മാഷേ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കുട്ടികൾക്ക് അറിയാം. അടുത്ത സ്ലൈഡ്. ഭാരതസ്യ ഔദ്യോഗിക ഫലം ആമ്രം. ഇതി ഉത്തരം ആമ്രം. അസ്തു. അടുത്ത സ്ലൈഡ്. ഭാരതസ്യ ഔദ്യോഗിക പശു. ഇവിടെ പശു എന്ന് പറഞ്ഞാൽ മൃഗമാണെന്ന് ഓർമ്മിക്കാം. ഭാരതസ്യ ഔദ്യോഗിക പശു കഹ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം വ്യാഘ്രഃ. സിംഹമല്ല, വ്യാഘ്രഃ എന്നാണ് ഉത്തരം. കടുവയാണ് ഉത്തരം. അടുത്ത സ്ലൈഡ്. കേരളസ്യ ദേശീയ ഫലം കിം.
കേരളത്തിന്റെ ഔദ്യോഗിക ഏതാണ്? പനസം. പനസമാണ് ശരി ഉത്തരമാണ്, പനസം. അടുത്ത സ്ലൈഡ്. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ടീച്ചറെ സ്ലൈഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞോ? അപ്പൊ ഇനി അതിൽ വരാത്തത് ഏതെങ്കിലും ഉണ്ടോ? പുഷ്പങ്ങളുടെ പേരുകൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അത് ടീച്ചർ സ്ലൈഡ് ആക്കിയിട്ട് ഇട്ട് തരാം നിങ്ങൾക്ക്. അതിൽ പറഞ്ഞു പോവാം. ഭാരതസ്യ ദേശീയ പുഷ്പം കമലം, കേരളസ്യ ദേശീയ പുഷ്പം കുമുദം. ഇത് നിങ്ങൾ പഠിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പിന്നെ ഈ സംഖ്യകള് ഏതെങ്കിലും ഒരു ചിത്രമായിട്ട് യോജിപ്പിച്ചുകൊണ്ട്, സംഖ്യകളെ യോജിപ്പിച്ച് 1 മുതൽ 10 വരെ. ടീച്ചറെ ഹലോ. പറയും. പിന്നെ നമ്മള് കേരളത്തിന്റെ പിന്നെ കുമുദലല്ല, കർണികാരല്ലേ? കർണികാരം. ക്ഷമിക്കണം, കർണികാരമാണ്. തെറ്റിപ്പോയതാണ്. കർണികാരം. കേരളസ്യ ഔദ്യോഗിക പുഷ്പം കർണികാരം, ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം കമലം. തെറ്റിക്കരുത് കേട്ടോ, കുമുദമല്ല, കർണികാരമാണ്. അസ്തു. അടുത്തത് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യത, ഇപ്പൊ ഒരു ചിത്രം, ആ ചിത്രത്തിൽ 1 മുതൽ 10 വരെ സംഖ്യകൾ വരച്ച് യോജിപ്പിച്ചാൽ ആ ചിത്രം പൂർത്തിയാവുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അപ്പൊ ചിത്രത്തിന്റെ ക്രമം, സംഖ്യയുടെ ക്രമം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ചിത്രം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വരാവുന്ന ചില ചോദ്യങ്ങളാണ്. ഇപ്പോ മൃഗരാജഃ കഃ ഒരു ചോദ്യം വന്നാല് അതിന്റെ ഉത്തരം സിംഹഃ. സിംഹഃ. പിന്നെ വേറൊരു ചോദ്യമാണ്, ഇപ്പോ ചില മന്ത്രിമാരുടെ പേരുകൾ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മന്ത്രിമാരുടെ പേരൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാം, കേരളസ്യ മുഖ്യമന്ത്രി കഃ. അപ്പൊ എല്ലാവർക്കും ഉത്തരം അറിയാലോ. ശരി. അപ്പൊ അത് നോക്കൂ, ചോദ്യം എങ്ങനെ ശ്രദ്ധിക്കണേ. ശരി. ഉത്തരം പറയുന്ന ആവേശം വേണം. എനിക്ക് മനസ്സിലായി. പക്ഷെ അതേപോലെ എന്ത് ചെയ്യണം, ഉത്തരം പറയാനുള്ള ശ്രദ്ധ പോലെ തന്നെ ചോദ്യവും ശ്രദ്ധിക്കണം. ചോദ്യം മനസ്സിലായെങ്കിലേ നമുക്ക് ശരിക്കുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചോദ്യം എങ്ങനെ വരുന്നത് നിങ്ങൾ കേൾക്കണം, എങ്കിലേ ഉത്തരം ശരിയാവുള്ളൂ. അപ്പോ കേരളസ്യ മുഖ്യമന്ത്രി കഹ എന്ന് ചോദ്യം തന്നിട്ട് 2 ഉത്തരങ്ങൾ തരും. ബ്രാക്കറ്റിലോ 2 ഉത്തരങ്ങൾ തന്നിട്ട്, അല്ലെങ്കിൽ 2 ഉത്തരങ്ങൾ തന്നിട്ട് അതിന്റെ സൈഡില് ഒരു പെട്ടിയില് ശരി, ഏത് ഉത്തരമാണോ ശരി അതിന് ശരി ഇടാൻ വേണ്ടി പറഞ്ഞാല് നിങ്ങൾ ഉത്തരം ശരിയാക്കൂലോ. ശരിയാക്കിയാൽ മതി. അടുത്ത ചോദ്യമാണ്, കേരളസ്യ, ശ്രദ്ധിക്കണേ, കേരളസ്യ സ്വാസ്ഥ്യമന്ത്രി കഹ. ഇവിടെ സ്വാസ്ഥ്യം എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ല. അതിന്റെ വേറൊരു വാക്കാണ് എന്ത്? ആരോഗ്യം. അപ്പൊ കേരളസ്യ സ്വാസ്ഥ്യമന്ത്രി എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം എഴുതേണ്ടത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പേരാണ്. പേര് നിങ്ങൾക്കറിയാം അല്ലേ? ശരി, പേര് നിങ്ങൾക്കറിയാം. ശരിയാണ്. ഉത്തരം ശരിയാണ്. പക്ഷെ ചോദ്യം എങ്ങനെ വരിക? വീണ ജോർജ് എന്നുള്ള ഉത്തരം കിട്ടാൻ ചോദ്യം എങ്ങനെ വരിക? കേരളസ്യ സ്വാസ്ഥ്യമന്ത്രി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കേരളസ്യ ആരോഗ്യമന്ത്രി എന്നും ചോദിക്കും. ആരോഗ്യമന്ത്രിന്റെ സംസ്കൃതം വാക്കൊന്ന് ക്ലിയർ ആക്കി തരുമോ? അത് സ്ലൈഡ് ഇട്ട് തരാം. സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനൊന്നിങ്ങനെ പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. എല്ലാ ടീച്ചേഴ്സിനും ഇത് ഷെയർ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ആയിക്കോട്ടെ. അടുത്ത ചോദ്യമാണ്, കേരളസ്യ ശിക്ഷാമന്ത്രി. ശിക്ഷ എന്ന് പറഞ്ഞാല് ശിക്ഷയല്ല, മലയാളത്തില് ശിക്ഷ എന്ന് പറഞ്ഞ വെരി ഗുഡ്. ആരാ പറഞ്ഞത്? പേര് പറയാമോ? ഉത്തമ. ഏത് സ്കൂളാ പറയൂ? ഉത്തമ. അവിടുത്തെ ടീച്ചർക്കും കുട്ടിക്കും രക്ഷിതാവിനും പ്രത്യേക കയ്യടിയേ. അപ്പൊ ശരി. അപ്പൊ കേരളത്തിലെ ശിക്ഷാമന്ത്രി, ഇവിടെ ശിക്ഷ എന്ന വാക്കുകൊണ്ട്, ശിക്ഷ മലയാളത്തിലെ ശിക്ഷയല്ല,
വിദ്യാഭ്യാസം എന്നാണ് അർത്ഥം. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഇപ്പോ ജനറൽ ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഇതൊക്കെ നിങ്ങളോട് ചോദിക്കുള്ളൂ. പിന്നെ വലിയ വലിയ വാക്കുകളൊന്നും ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും കണ്ണൂർ ജില്ലയിലെ ഇപ്പോ ഈ ക്ലാസ്സിൽ വന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ വെറുതെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, നിങ്ങൾക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടും. കിട്ടൂലേ? ആ പറയൂ. അങ്ങനെ പറയാം. മന്ത്രി എന്നതിന് പകരം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. മന്ത്രി എന്ന വാക്ക് ശരി, മൈക്ക് ഓഫ് ചെയ്യൂ. മന്ത്രി എന്ന് പറയുന്നതിന് പകരം വേറൊരു വാക്ക് കൂടി ചിലപ്പോ ചോദിച്ചു കാണും. ചില ചോദ്യ പേപ്പറില് സജീവഹ എന്ന് കാണും. ഇപ്പോ കേരളസ്യ ശിക്ഷാ സജീവഹ എന്ന് പറഞ്ഞാല് കേരളസ്യ ശിക്ഷാ മന്ത്രി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ സജീവഹ എന്ന് ചോദിച്ചാൽ അയ്യോ ഇത് നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറയരുത്. അപ്പൊ മന്ത്രി എന്നതിന് വേറൊരു പേരാണ് സജീവഹ എന്നും പറയും. പിന്നെ പ്രധാനമന്ത്രി, അതുപോലെ കേരള കുലപതി എന്ന് പറഞ്ഞാല് ഗവർണറാണ്. ഗവർണർ അത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള കാര്യങ്ങളെ അവിടെ ചോദിക്കുള്ളൂ. ഇത് ചോദിക്കുന്ന ഉറപ്പൊന്നുമില്ല, പക്ഷെ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതുകൂടി പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം വരുന്നത് ദേവഭാഷ എന്ന് ചോദിച്ചാല് സംസ്കൃതം. ഓക്കെ. ടീച്ചർ പോയി. മന്ത്രിന്റെ മുമ്പ് പറഞ്ഞെന്താ? സ്വാസ്ഥ്യ, അതല്ലേ? സ്വാസ്ഥ്യമന്ത്രി എന്നല്ലേ? അതിന്റെ മലയാളം എന്താ? ആരോഗ്യമന്ത്രി. അസ്തു. അപ്പൊ പ്രസാദ് മാഷെ ഏകദേശം 1.5 മണിക്കൂറായി തോന്നുന്നു അല്ലെ? അപ്പോ കുറേ മിടുക്കന്മാരും കണ്ണൂർ ജില്ലയിലെ മിടുക്കന്മാരും മിടുക്കി കുട്ടികളുമാണ് ഈ 1ാം ക്ലാസ്സിൽ ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ വന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചറുടെ ഉമ്മ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു, നല്ല രീതിയിൽ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇനി ഒരു മോനെ എന്തോ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. എന്താ മോനെ? സ്വാസ്ഥ്യമന്ത്രി. പറയൂ. ആരോഗ്യമന്ത്രിക്ക് അറിയില്ല. ആരോഗ്യമന്ത്രി സ്വാസ്ഥ്യമന്ത്രി സ്വാസ്ഥ്യമന്ത്രി എന്ന് പറയും. സ്വാസ്ഥ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി. ടീച്ചറെ പറയൂ. ഇനി ക്ലാസ് ക്ലാസ് നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും 1ാം ക്ലാസ് മുതൽ ഒന്ന് മ്യൂട്ടാക്കോ മക്കളെ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ടുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴേക്കും ഫെബ്രുവരി അവസാനം പരീക്ഷയുടെ സമയമാവും. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും പാഠപുസ്തകത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു ക്ലാസ്സിലൂടെ. അപ്പോ ഇനി നിങ്ങൾ ഈ PDF ആയിട്ട് ഇപ്പൊ സ്ലൈഡുകൾ പ്രദർശിപ്പിച്ചതെല്ലാം
PDF ആയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു തരാം. അത് അധ്യാപകർ വഴി നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പൊ അത് വിശദമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പങ്കെടുക്കാം. പിന്നെ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഓക്കെ ടീച്ചറെ. ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ആയില്ല, തീർന്നില്ല മക്കളെ, തീരണേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ടീച്ചറെ. ഒന്നാം ക്ലാസ്സിലെ ചോദ്യപേപ്പറ് ടീച്ചർമാര് വായിച്ചു തരാൻ സാധ്യതയുണ്ട്. സാധാരണ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളല്ലേ നിങ്ങള്, അപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അധ്യാപകര് വായിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അധ്യാപകരോടാണ് പറയുന്നത്. അപ്പൊ വായിച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ടീച്ചർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനുള്ള തരത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കാം. അസ്തു, ശുഭരാത്രി എല്ലാവർക്കും. ടീച്ചർ നമുക്ക് ഇഷ്ടായില്ലേ? ഉമ്മ എന്റെ മക്കളെ പറഞ്ഞോ? ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എന്റെ പേര്